നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ മൃതദേഹം 7 ദിവസം കൂടി സൂക്ഷിക്കണമെന്ന് മഞ്ചേരി കോടതി. അന്വേഷണം സ്വാഗതം ചെയ്ത് പോലീസ് അസോസിയേഷൻ. ഏറ്റുമുട്ടൽ വ്യാജമെങ്കിൽ നടപടി വേണമെന്ന് VS. പ്രതിപക്ഷ ബഹളത്തിനിടെ ആദായ നികുതി ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കി. നടപടി ജനാധിപത്യരഹിതമെന്ന് പ്രതിപക്ഷം. ഇനി വെളിപ്പെടുത്തുന്ന കള്ളപ്പണത്തിന് 50% നികുതി. നോട്ടുമാറ്റത്തിൽ ഇന്നും പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധം. കശ്മീരിലെ നഗോത്രയിൽ ഭീകരാക്രമണം. 7 സൈനികർ കൊല്ലപ്പെട്ടു. 3 സൈനികരെ സൈന്യം വധിച്ചു. സാംബ സെക്ടറിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 2 ഭീകരരെ കൊന്നു. അതിർത്തി ഗ്രാമങ്ങളിൽ അതിജാഗ്രതാ നിർദ്ദേശം. മുക്കുന്നിമലയിൽ ക്വാറി മാഫിയ 114 ഏക്കർ സർക്കാർ ഭൂമി കയ്യേറിയതായി വിജിലൻസ്. സർവേ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കയ്യേറ്റം വ്യാജരേഖ ചമച്ച്. ബ്രസീൽ യാത്രാ വിമാനം കൊളംബിയയിൽ തകർന്ന് 76 പേർ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് ക്ലബ് ഫുട്ബോൾ താരങ്ങളെ വഹിച്ച വിമാനം വീണത് ലാൻഡിങ്ങിന് തൊട്ടു മുമ്പ്. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. നിലമ്പൂരിൽ കൊല്ലപ്പെട്ട കുപ്പു ദേവരാജിന്റെയും അജിതയുടെയും മൃതദേഹം സംസ്കരിക്കരുതെന്ന് മഞ്ചേരി സെഷൻസ് കോടതി വിധി. ഏറ്റുമുട്ടൽ സംബന്ധിച്ച് യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരും വരെ മൃതദേഹം സംസ്കരിക്കരുതെന്ന് കാണിച്ച് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. ഡിസംബർ 5 വരെ കൊല്ലപ്പെട്ട കുപ്പു ദേവരാജിന്റെയും അജിതയുടെയും മൃതദേഹം സംസ്കരിക്കരുതെന്നാണ് കോടതി ഉത്തരവിട്ടത്. ഇന്നലെ ഇനിയൊരു വിധിയുണ്ടാകും വരെ മൃതദേഹം സംസ്കരിക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. മഞ്ചേരി ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് SS വാസവനാണ് വിധി പുറപ്പെടുവിച്ചത്. ദേവരാജിന്റെ സഹോദരൻ ശ്രീധരൻ ഇന്നലെ കൊടുത്ത ഹർജി ഭാഗികമായിട്ട് അനുവദിക്കുകയും ഇന്ന് വൈകുന്നേരം 7 മണി വരെ പ്രിസർവ് ചെയ്യണമെന്ന് സെഷൻസ് കോടതി ആവശ്യപ്പെടുകയുണ്ടായി. ഇന്ന് വീണ്ടും ആ ഹർജി പരിഗണനയിൽ വന്നപ്പോൾ 2 ഡെഡ് ബോഡീസും 5/12/2016 വരെ പ്രിസർവ് ചെയ്യാൻ ഉത്തരവായിട്ടുണ്ട്. പെരിന്തൽമണ്ണ RDO, തിരൂർ DYSP എന്നിവരായിരുന്നു കേസിലെ പ്രതിഭാഗം കക്ഷികൾ. ഹർജിക്കാരനായ കുപ്പു ദേവരാജിന്റെ സഹോദരൻ ശ്രീധരന് വേണ്ടി മനുഷ്യാവകാശ പ്രവർത്തകൻ PA പൗരനാണ് ഹാജരായത്. വാദിഭാഗം ഉന്നയിച്ച കാര്യങ്ങളോട് കാര്യമായ എതിർപ്പ് പ്രതിഭാഗം ഉന്നയിച്ചില്ല. റിപ്പോർട്ടർ, മലപ്പുറം. നിലമ്പൂരിലെ മാവോയിസ്റ്റ് വെടിവയ്പിൽ ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുമെന്ന് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. പോലീസിന് നേരെ വെടിവയ്പുണ്ടായപ്പോൾ തിരിച്ചു വെടിവെക്കുകയാണ് ചെയ്തതെന്ന് ഓഫീസേഴ്സ് അസോസിയേഷൻ അംഗീകരിച്ച പ്രമേയത്തിൽ പറയുന്നു. കൊടുങ്കാട്ടിൽ ജീവൻ പണയം വെച്ചും രാജ്യരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നവരെ അധിക്ഷേപിക്കരുതെന്നും പ്രമേയത്തിൽ പറയുന്നു. നിലമ്പൂർ കാടുകളിൽ പരിശോധന നടത്തുകയായിരുന്ന പോലീസുകാർക്ക് നേരെ മാവോയിസ്റ്റുകൾ വെടിവെച്ചപ്പോഴാണ് പോലീസ് തിരിച്ചു വെടിവെച്ചതെന്ന് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. രൂപേഷിനെയും കൂട്ടാളികളെയും ജീവനോടെ പിടികൂടിയതുപോലെ മറ്റുള്ളവരെയും ജീവനോടെ പിടികൂടുക എന്ന് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യം. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി നിയമാനുസരണം നടത്തിയ പോലീസ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആക്ഷേപങ്ങളുണ്ടെങ്കിൽ ഏതുതരം അന്വേഷണവും നടത്താവുന്നതാണ്. ഈ സംഭവത്തിന്റെ യഥാർത്ഥ വശം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനായി പ്രഖ്യാപിച്ച മജിസ്റ്റീരിയൽ അന്വേഷണത്തെയും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. ഇന്ത്യൻ ഭരണഘടനയെയോ ഇന്ത്യൻ ജനാധിപത്യത്തെയോ അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ആയുധമെടുത്ത് പോരാട്ടം തുടങ്ങിയവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിച്ച പോലീസുകാരെ അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിലും രാജ്യദ്രോഹികളായി ചിത്രീകരിക്കരുതെന്നും അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. ജീവൻ പണയം വെച്ച് രാജ്യസുരക്ഷയ്ക്കായി കഠിനമായ ദൗത്യത്തിൽ ഏർപ്പെടുന്നവരുടെ മനോധൈര്യം ചോർത്തിക്കളയുന്ന തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഒഴിവാക്കണം. വിധ്വംസക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ചു വരുന്ന സേനാംഗങ്ങളെ പൊതുസമൂഹം നെഞ്ചോട് ചേർത്ത് അംഗീകരിക്കുകയല്ലേ വേണ്ടത് എന്നും ഓഫീസേഴ്സ് അസോസിയേഷൻ ചോദിക്കുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മനുഷ്യാവകാശ പ്രവർത്തകനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് PA പൗരൻ, BJP സംസ്ഥാന വക്താവ് ശ്രീ അഡ്വക്കേറ്റ് JR പത്മകുമാർ, വീക്ഷണം റെസിഡന്റ് എഡിറ്റർ ശ്രീ N ശ്രീകുമാർ, AYF സംസ്ഥാന സെക്രട്ടറി ശ്രീ മഹേഷ് കക്കത്ത്, ശ്രീ PM മനോജിനെ നമ്മൾ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ PA പൗരൻ, ഇപ്പോൾ താങ്കൾ കേട്ടുവല്ലോ റിപ്പോർട്ട്, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പ്രമേയം. അവർ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ ഒരുപക്ഷെ സർക്കാർ ഔദ്യോഗികമായി നാളെയോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നു. ഏറ്റുമുട്ടൽ വ്യാജമാണെന്ന ഇപ്പോൾ നടക്കുന്ന ഈ വിവരങ്ങളോ അത് സംബന്ധിച്ച റിപ്പോർട്ടുകളോ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തള്ളിക്കളയുകയാണ്. പോലീസിന് നേരെ വെടിവെച്ചപ്പോൾ തിരിച്ചു വെടിവെക്കുകയായിരുന്നുവെന്ന വിശദീകരണമാണ് അവർ നൽകുന്നത്. സർക്കാർ ഇതുവരെ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ആഭ്യന്തര വകുപ്പ് ഏതെങ്കിലും വിശദീകരണം നൽകിയിട്ടില്ലെങ്കിൽ പോലും ഗവൺമെൻറ് നൽകാൻ പോകുന്നത് ഈ വിശദീകരണമാണെന്ന് ഇപ്പോൾ നമുക്ക് ഊഹിക്കാം. കാരണം DGP ആദ്യ ദിവസം തന്നെ ഇതിനെ ന്യായീകരിച്ചിരുന്നു. പിന്നീട് CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അല്പസമയം മുമ്പ് ഇതിൽ നടത്തിയ വിശദീകരണത്തിലും ഒരു വ്യാജ ഏറ്റുമുട്ടൽ എന്ന വാർത്ത നിരാകരിക്കുകയാണ് ചെയ്തത്. പോലീസ് ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം ഏതൊക്കെ നിലയ്ക്ക് നിയമപരമായി നിരാകരിക്കപ്പെടേണ്ടതാണ്?
വിജയകുമാർ, പോലീസ് അസോസിയേഷൻ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അവർ ആലോചിക്കേണ്ട ഒരു വിഷയം, ഈ പിണറായി വിജയൻ LDF സർക്കാർ അധികാരത്തിൽ കയറിയതിന് ശേഷം ഈ അടുത്ത കാലത്ത് വണ്ടൂർ സ്റ്റേഷനിൽ ഒരാളെ അടിച്ചു കൊന്നു, തലശ്ശേരിയിൽ ഒരു തമിഴിനെ അടിച്ചു കൊന്നു, ഏറ്റവും അവസാനം കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഒരു തൊഴിലാളിയെ ഭീകരമായിട്ട് അടിച്ചു കൊന്നു. അതിന് തൊട്ടുമുമ്പ് അഞ്ചലാമൂട് പോലീസ് സ്റ്റേഷനിൽ രാജീവ്, ഷിബു എന്നുപേരെ 2 ദളിതരെ അതിഭീകരമായിട്ട് മർദ്ദിച്ചാവശ്യരാക്കി. ഇതെല്ലാം കേരള പോലീസിൻ്റെ മൊറയിൽ ഉയർത്തുവാൻ വേണ്ടിയിട്ടാണോ? ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 800 ക്രിമിനൽസ് ഈ കേരള പോലീസ് സേനയിൽ ഉണ്ടെന്ന് അസംബ്ലി പേപ്പേഴ്സ് വ്യക്തമാക്കുന്നു. അസംബ്ലിയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഈ 800 ക്രിമിനൽസിനെ ആ പോലീസ് സേനയിൽ ഇപ്പോഴും വച്ചുകൊണ്ടിരിക്കുന്നതും കേരള പോലീസിന്റെ മുറയിൽ ഉയർത്താനാണോ? ടോമിൻ ജെ തച്ചങ്കരിയെ പോലെയുള്ളവർ ഇന്നും പോലീസ് സംവിധാനത്തിൽ നിലനിൽക്കുന്നത് ഈ പോലീസിന്റെ മുറയിൽ ഉയർത്തുവാനാണോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മാത്രമേ കഴിഞ്ഞ ദിവസം നിലമ്പൂരുണ്ടായ, പ്രത്യേകിച്ചും ഇതേമാതിരി ഒരു ടാസ്ക് ഫോഴ്സ് തണ്ടർ ബോൾട്ട് എന്ന് പറയുന്ന 75 സേന അംഗങ്ങളടങ്ങിയ വലിയ ശക്തിയുള്ള ഒരു സേനാ വ്യൂഹം 2 നിരപരാധികളുടെ നിസ്സഹായരായിട്ടുള്ള ആയുധമില്ലാത്തവരുടെ പേരിൽ അവരെ വെടിവെച്ച് കൊന്നതിന് എന്ത് ന്യായീകരണം കൊടുക്കാൻ സാധിക്കും ഓഫീസേഴ്സ് അസോസിയേഷൻ? വിജയകുമാർ, തീർച്ചയായും അക്കാര്യത്തിൽ ഒരു വിശദീകരണം വരേണ്ടതുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആഭ്യന്തര വകുപ്പ് ഇനിയും അതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ PM മനോജ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PM മനോജ്, ഇക്കാര്യത്തിൽ ഈ വലിയ തോതിലുള്ള വാർത്തകൾ വരുന്നുണ്ട്, പല കേന്ദ്രങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ രീതിയിൽ ഈ ഏറ്റുമുട്ടൽ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകാതിരിക്കുന്നത്? അങ്ങനെ നൽകാൻ വൈകുന്നത് കൊണ്ടാണല്ലോ സ്വാഭാവികമായും മറ്റു രീതിയിലുള്ള പ്രത്യാക്രമണങ്ങളോ മറുപടികളോ അല്ലെങ്കിൽ വിശദീകരണങ്ങളോ ഒക്കെ ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വൈകുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇനി ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, നിരപരാധികളാണ്, ആയുധം കയ്യിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പിന്നെ ഈ വലിയ തണ്ടർ ബോൾട്ട് എന്ന് പറയുന്ന വലിയ സേന പോയി നിരപരാധികളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നൊക്കെയുള്ള തീരുമാനത്തിൽ അവരെത്തിക്കഴിഞ്ഞു. പക്ഷെ നമുക്ക് സാധാരണ മട്ടിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നോക്കിക്കാണുന്ന നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ശാസ്ത്രീയമായ അന്വേഷണം വേണം. ആ അന്വേഷണത്തിന്റെ ഫലമായിട്ട് പുറത്തേക്ക് വരണം. അല്ലാതെ പെട്ടെന്ന് പോലീസ് പറഞ്ഞതെല്ലാം ശരി എന്ന് മുഖ്യമന്ത്രി പറയുകയോ അല്ലെങ്കിൽ പോലീസ് പറഞ്ഞത് തെറ്റാണ്, ഇവരൊക്കെ പറയുന്നതാണ് ശരി എന്ന് പറയുകയാണോ വേണ്ടത്? എനിക്ക് തോന്നുന്നത് പ്രോപ്പറായിട്ടുള്ള അന്വേഷണം, ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തെളിവുകളുടെ ശേഖരണം, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിഗമനം, അതാണ് സാധാരണ മട്ടിൽ മനുഷ്യരായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള വിശദീകരണം വന്നത് ഇതാ മജിസ്റ്റീരിയൽ എൻക്വയറി, ക്രൈംബ്രാഞ്ച് എൻക്വയറി, ഈ 2 എൻക്വയറി, ആ എൻക്വയറിയുടെ ഫലം വരണ്ടേ? അല്ലാതെ പണ്ട് വർഗീസിനെ വെടിവെച്ച് പിടിച്ചു കൊണ്ടുപോയി വെടിവെച്ച് കൊന്നതിന് ശേഷം പറഞ്ഞത് വർഗീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാണ്. അത് വ്യാജ ഏറ്റുമുട്ടലാണെന്ന് ഞങ്ങളൊക്കെ അന്നേ പറയുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ രാജന്റെ ബോഡി എവിടെയാണെന്ന് കണ്ടെത്തിയിട്ട് പോലില്ല. അപ്പൊ ഇങ്ങനെ പല തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്ന മേഖലയായത്. പോലീസ് പറയുന്നത് മുഴുവൻ വെള്ളം കൂട്ടാതെ ഉപ്പ് കൂട്ടാതെ വിഴുങ്ങുന്ന ആളുകളെന്നല്ലല്ലോ നമ്മളാരും. അതുകൊണ്ട് തന്നെ പോലീസിന് മേഖല പരിശീലനം എൻക്വയറി നടക്കട്ടെ, ക്രൈംബ്രാഞ്ചിന് എൻക്വയറി നടക്കട്ടെ. ആ എൻക്വയറി നടന്നിട്ട് പുറത്തേക്ക് വരുന്ന വിവരങ്ങളാണ് അതിനനുസരിച്ചാണല്ലേ നമ്മൾ സാധാരണ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അതെ, തീർച്ചയായും അതാണ്, അത്തരത്തിലുള്ള വിവരങ്ങൾ വരേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. ഈ പോലീസിൻ്റെ ഇത്തരത്തിലുള്ള വാദങ്ങളെ നിരാകരിക്കുകയാണ് അദ്ദേഹം. പോലീസ് പറയുന്നതിലെ ഈ രീതിയിലുള്ള ചില പൊരുത്തക്കേടുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പോലീസ് ഭാഷ്യം വിശ്വസിക്കാൻ കഴിയുന്നതല്ല, വിശദമായ അന്വേഷണം വേണം, LDF ഈ വിഷയം ചർച്ച ചെയ്യണം, പോലീസ് മേധാവികൾ അവരുടെ നിഴൽ ഈ സർക്കാരിൽ വീണ് ഇതിന് കളങ്കമുണ്ടാക്കാതെ നോക്കണം, അങ്ങനെ അതിനെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ആ നിലയിൽ CPIയുടെ വിലയിരുത്തൽ അല്ലെങ്കിൽ അവരുടെ നിലപാട് ഓരോ ദിവസം ചെല്ലുന്തോറും കുറെ കൂടി കടുപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടല്ലോ, അതിനെയും വിലയിരുത്തേണ്ടതല്ലേ? അതായത് ബിനോയ് വിശ്വം ഉറപ്പായിട്ട് അത് പറയണം. കാരണം അവർ നേരത്തെ ചൂടുവെള്ളത്തിൽ വീണവരാണ്.
അവരെ പോലീസ് അന്ന് അച്യുതമേനോനായിരുന്നല്ലോ മുഖ്യമന്ത്രി. അവരെ പോലീസ് വല്ലാത്ത രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർ ഇന്നും പഴി കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ദുരനുഭവം സ്വന്തം രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ കുറേയും കൂടി ജാഗ്രതപ്പെടും. അവർക്ക് പലതിനും സംശയം തോന്നും. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. അതായത് അവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഇതൊക്കെ ചർച്ച ചെയ്തതാണ്. ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ ഒരു 2 പേര് കൊല്ലപ്പെട്ടു, ആ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് വിവാദം ഉണ്ടാകുന്നു. അത് ഒരു ദിവസം പെട്ടെന്ന് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കണമെന്നല്ല. തീർച്ചയായും അതിന്റെ എന്തൊക്കെ സംഭവിച്ചു, ഏതൊക്കെ തരത്തിലാണ് എന്നൊക്കെ ഇനിയും പരിശോധന നടക്കേണ്ടതാണ്. ശ്രീ പി എ മനോജ്, ദയവായി തുടരുക. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് പി എ പൗരൻ, ഇപ്പോൾ ഗവൺമെന്റ് ഒരു അന്വേഷണത്തിന്, ഒരു മജിസ്ട്രീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതുകൂടാതെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നത് വരെ ഇക്കാര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് സർക്കാരിനും അറിയില്ല. പോലീസിൻ്റെ വിശദീകരണം അപ്പാടെ ഗവൺമെൻറ് അംഗീകരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന ഒരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിക്കാത്തത് ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കുക എന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്രയും സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും ഘടകകക്ഷികളടക്കം ആക്ഷേപം ഉന്നയിച്ചിട്ടും സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് പ്രതികരിക്കാതിരിക്കുന്നത്. സ്വാഭാവികമായും ആ റിപ്പോർട്ടിന് കാത്തിരിക്കുക എന്ന സർക്കാർ സമീപനം ന്യായീകരിക്കാവുന്നതല്ലേ? വിജയകുമാർ, ആദ്യമായിട്ട് മജിസ്ട്രേറ്റ് എൻക്വയറിയെ പറ്റി പറയാം. ഇവിടെ മജിസ്ട്രേറ്റ് എൻക്വയറിക്ക് വേണ്ടി നിയുക്തനായിരിക്കുന്ന ജാഫർ മാലിക് എന്ന് പറയുന്ന ആള് പെരിന്തൽമണ്ണ സബ് കളക്ടർ RDO ആണ്. അവിടെ 24-ാം തീയതി ഈ തണ്ടർ ബോൾട്ടും മറ്റ് ടാസ്ക് ഫോഴ്സും കൂടി ഈ ഓപ്പറേഷൻ തുടങ്ങിയ സമയം മുതൽ തന്നെ ഈ പറയുന്ന മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ആൾ, ജാഫർ മാലിക് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഈ പോലീസിന്റെ ഒപ്പം ഉണ്ടാവുകയും നീണ്ട 36 മണിക്കൂർ പോലീസിന് വേണ്ട സർവ്വവിധ ഒത്താശകളും ഹെൽപ്പുകളും മറ്റു കാര്യങ്ങളും ചെയ്ത് അവിടെ നിന്നും ഒരു പത്രപ്രസ്താവന പോലും നടത്താതെ മടങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ പോലീസിന് വേണ്ടിയിട്ടുള്ള സർവ്വവിധ ഒത്താശകളും പ്ലാനിങ്സും ഡിസൈനിങ്ങും സ്ട്രാറ്റജിയും മുഴുവൻ ആസൂത്രണം ചെയ്ത് അതിന്റെ ഭാഗവാക്കായ ഒരു ഉദ്യോഗസ്ഥൻ ശേഷം അതിന് മജിസ്റ്റീരിയൽ എൻക്വയറി എന്നുള്ള രൂപത്തിൽ അതിന്റെ അധികാരം ഏറ്റെടുക്കുമ്പോൾ ഇതിനെ എങ്ങനെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും? അതിന്റെ ഇരകൾക്ക് എങ്ങനെ ഈ ഒരു ഉദ്യോഗസ്ഥൻ നിഷ്പക്ഷമായിട്ട് ആ കാര്യങ്ങൾ ഒരു നിഗമനത്തിലെത്തും, അല്ലെങ്കിൽ ഇതിന്റെ എൻക്വയറി നിഷ്പക്ഷമായിരിക്കും എന്നെങ്ങനെ സങ്കല്പിക്കാൻ പറ്റും? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഒരു എൻക്വയറിക്ക് അല്ലെങ്കിൽ അന്വേഷണത്തിന് ആക്കിയിരിക്കുന്നതായിട്ട് വായിച്ചു. പക്ഷെ ഒരു FIR രജിസ്റ്റർ ചെയ്യാതെ ഈ പ്രതികൾക്കെതിരെ 75 പോലീസുകാർക്കും അതോടൊപ്പം തന്നെ ഇതിനകത്ത് പൊളിറ്റിക്കൽ കോൺസ്പിറസിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉയർന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സിനെയും പ്രതികളാക്കിക്കൊണ്ട് ഒരു FIR രജിസ്റ്റർ ചെയ്യാതെ എങ്ങനെ ഈ ക്രൈംബ്രാഞ്ചിന് ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ പറയുന്ന ടാസ്ക് ഫോഴ്സിൽപ്പെട്ട ഈ തണ്ടർ ബോൾട്ടിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സിനെതിരെയും ഒരു FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഒരു അന്വേഷണം ആരംഭിക്കുകയാണെങ്കിൽ അതിന് അല്പം വിശ്വാസ്യത കേരളത്തിലുണ്ടാവും. ഇത് DGPയുടെ കീഴിലുള്ള DGP തന്നെ പറഞ്ഞത് ഇത് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ് എന്നാണ് പറഞ്ഞത്. നിലമ്പൂർ നടന്ന സംഭവം പോലീസിന്റെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് അദ്ദേഹം അതിനെ വിലയിരുത്തുകയും ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെയുള്ള ക്രൈംബ്രാഞ്ച് ഒരു ഉദ്യോഗസ്ഥനെ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ PUCL എന്ന് പറയുന്ന ഞാൻ പ്രതിദാനം ചെയ്യുന്ന സംഘടന കൊടുത്ത ആ പ്രൊസീഡിങ്സിൽ 2014 RM ലോധി 27/9/2014 വിധി പ്രസ്താവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവര് ഒരു ക്രൈംബ്രാഞ്ചിനെ അന്വേഷിപ്പിക്കാൻ വിട്ടതിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇരുട്ട് കൊണ്ട് ഓട്ടയെ അടയ്ക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ അത് മുഖവിലേക്ക് എടുക്കുന്നില്ല. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അതിനെ അംഗീകരിച്ചാൽ പോലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിനെ ഒരിക്കലും അംഗീകരിക്കില്ല എന്നും ഞാൻ മനസ്സിലാക്കുന്നു. വിജയകുമാർ തുടരുക. ശ്രീ പി എ പൗരൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ മഹേഷ് കക്കത്ത്, ഇക്കാര്യത്തിൽ CPIക്ക് മുൻവിധിയുണ്ട് എന്നതാണ് CPM നേതാക്കളുടെ വിമർശനം. അവർ ഇപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വലിയ വിമർശനം ഉന്നയിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഒരു വ്യാജ ഏറ്റുമുട്ടൽ ഉണ്ടായി എന്ന ഒരു നിഗമനം CPIക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയും അതിൻ്റെ മറ്റു സംഘടനകളും ഒക്കെ പ്രക്ഷോഭം നടത്തുന്നത്. ഇപ്പോൾ താങ്കൾ ഇന്ന് അവിടേക്കൊരു മാർച്ച് സംഘടിപ്പിച്ചിരുന്നുവല്ലോ. ഇതിൽ പോലീസിൻ്റെ റിപ്പോർട്ട്, ഇപ്പോൾ ഇടതുമുന്നണിയുടെ സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത്, പോലീസിൻ്റെ റിപ്പോർട്ട് വരാൻ കാത്തു നിൽക്കുന്നില്ല, അല്ലെങ്കിൽ മജിസ്റ്റീരിയൽ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരാൻ കാത്തു നിൽക്കുന്നില്ല. അങ്ങനെ ഒരു മുൻവിധിയോടുകൂടിയാണോ ഈ വിഷയത്തെ നിങ്ങൾ സമീപിക്കുന്നത്?
CPIയുടെ അഭിപ്രായം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളിന്ന് സംഭവസ്ഥലത്തേക്ക് മാർച്ച് നടത്തുകയും AIVF ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത് ഇതിൻ്റെ അകത്ത് ദുരൂഹത നിലനിൽക്കുന്നു, വസ്തുതകൾ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. സമഗ്രമായ അന്വേഷണം നടത്തണം, ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത കൊടും ക്രൂരതയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായി എന്ന് മാത്രമല്ല, ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് കീഴിൽ സംഭവിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. സ്വാഭാവികമായും കേരളത്തിലെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച 2 തരത്തിലുള്ള അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണങ്ങൾ പുറത്തു വന്നാലും അത് അന്തിമമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. ആ അന്വേഷണത്തിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇത് ജനാധിപത്യ സമൂഹത്തിന് ഒരു നിലക്കും അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു പ്രവൃത്തിയാണ് നടന്നിട്ടുള്ളത്. അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. പോലീസ് തന്നെ ചമച്ച വ്യാഖ്യാനങ്ങൾ പത്രങ്ങളിലൂടെ വായിക്കുന്നവരും ദൃശ്യമാധ്യമങ്ങളിലൂടെ കേൾക്കുന്നവരുമെല്ലാം അവരുടെ സാമാന്യ യുക്തി വെച്ച് മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. 20 മിനിറ്റ് നേരം നീണ്ടുനിന്ന പരസ്പരമുള്ള ഏറ്റുമുട്ടൽ നടന്നുവെന്നാണ് പോലീസ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഉയരുന്ന വളരെ ന്യായമായ ചോദ്യത്തിന് പോലീസിന് ഈ ഏറ്റുമുട്ടലിൽ എന്ത് സംഭവിച്ചു, ഏത് തരത്തിലുള്ള പ്രയാസമാണ് പോലീസ് ഉണ്ടാക്കിയത്, അതിനെ സംബന്ധിച്ച് ഒരു മറുപടിയും ഒരു തെളിവും ഇതുവരെ വ്യക്തമാക്കാൻ ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കൊല്ലപ്പെട്ട കുപ്പു ദേവരാജിൻ്റെ കയ്യിലൊരു കൈത്തോക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അവിടെ മരിച്ച പെൺകുട്ടി, ആ വനിത, അവർ ഒരു തരത്തിലും ആയുധം കൈവശം വെച്ചിരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ആയുധം കൈവശം വെക്കാത്ത ആളുകളെ 75ഓളം വരുന്ന തണ്ടർ ബോൾട്ട് വിചാരിച്ചാൽ ഇവർ രണ്ടുപേരെയും ജീവനോടെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ, ഇതിൻ്റെ മറപിടിച്ച് ഇവർ നടത്തിയ പ്രവർത്തനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ ഈ സംഘത്തെ, മാവോയിസ്റ്റ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന വിധ്വംസ പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അതിനെ തകർക്കാനുള്ള അവസരമായിരുന്നു. ആ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ വിചാരണ നടത്തി എല്ലാം ഇവിടെ കുറ്റവാളികളെ തീരുമാനിച്ച് വിധി പ്രഖ്യാപിച്ച് പോലീസ് തന്നെ ആളുകളെ ക്രൂരമായി വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. വന്ന വസ്തുതകൾ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. നേരെ തിരിച്ചാണെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. സ്വാഭാവികമായും പോലീസിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കുന്ന ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെടുന്ന കാര്യമാണ്. ആ വികാരമാണ് പൊതുവിൽ AIVF കേരളത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് വലിയ പ്രതിഷേധ മാർച്ച് ഇതുമായി ബന്ധപ്പെട്ട് തുടരുക. ശ്രീ മഹേഷ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ JR പത്മകുമാർ, ഇക്കാര്യത്തിൽ BJPയുടെ നിലപാടറിയാൻ കൗതുകമുണ്ട്. കാരണം BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഈ രീതിയിലുള്ള വ്യാജ ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ BJPയുടെ മുഖ്യമന്ത്രിമാർ പഴി കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സമാനമായ ആക്ഷേപങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇപ്പോഴും BJPയുടെ പല സംസ്ഥാനങ്ങളിലും, ഇപ്പോൾ ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും ഒക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിരന്തരം ഉയരുന്നുണ്ട്. മധ്യപ്രദേശിലെ ഏറ്റവും ഒടുവിൽ ഭോപ്പാലിലെ സംഭവം നമ്മളുടെ ഓർമ്മയിലുണ്ട്. ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുമ്പോൾ കേരളത്തിൽ നടന്ന ഈ സംഭവത്തെ BJP എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വ്യാജ ഏറ്റുമുട്ടലാണെന്നാണോ BJP ആരോപിക്കുന്നത്? വ്യാജ ഏറ്റുമുട്ടലാണോ അല്ലേ എന്നുള്ളൊരു പ്രശ്നമല്ല. ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് പൊതുസമൂഹത്തിൽ. അതല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. ആ ഗവൺമെൻറ് ആ കടമ നിർവഹിക്കണം എന്നുള്ളതാണ്. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട് BJP ഗവൺമെൻറ്റിനെതിരായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും നരേന്ദ്രമോദിജിക്കെതിരായിട്ട് തന്നെ വന്നിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ അത് അന്വേഷണം നടത്തിയ സമയത്ത് അതൊക്കെ ആ ആരോപണങ്ങളെല്ലാം കളവായിരുന്നു എന്നുള്ള കാര്യം, വ്യാജമായിരുന്നു എന്നുള്ള കാര്യം തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇപ്പോൾ സംസാരിച്ച സുഹൃത്തുക്കളെല്ലാം തന്നെ ഒരു മുൻവിധിയോടുകൂടി അവരെല്ലാം നിരപരാധികളാണ്, നിരായുധരാണ്, ഇതൊക്കെ ഇവർക്ക് എങ്ങനെ മനസ്സിലാക്കുന്നു, എവിടെ നിന്നാണ് കിട്ടിയതെന്നുള്ളതാണ് ഒരു സംശയം. മാത്രമല്ല, ഈ കുക്കു ദേവരാജ് എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ആളാണോ?
ഈ ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ പിടികെട്ടിയ പുള്ളിയായി ജീവനോടെയോ അല്ലെങ്കിൽ ജീവനില്ലാതെയോ പിടിച്ചു കൊടുത്താൽ അതവർക്ക് സമ്മാനം കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് ഇത്തരത്തിൽ ആ ഒരു സ്ഥലത്ത് തമ്പടിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ പോലീസ് സേന അവിടെ ചെന്ന് നിന്നിട്ട് പോലീസ് വെടിയേറ്റ് അവരുടെ ഭാഗത്തുനിന്ന് വെടി ഉയർത്തെങ്കിൽ മാത്രമേ തിരിച്ചു വെടിയേക്കാവൂ അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കാവൂ എന്ന് പറയുന്നത് ഏത് പോലീസ് മാനുവലിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. മാത്രമല്ല ഇദ്ദേഹം നിരപരാധിയാണ്, നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ആളാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ആലോചിച്ച് നോക്കണം. ഇവർ മാവോയിസ്റ്റ് CPM റെഡ് ഫ്ലാഗ് MLന്റെ പ്രവർത്തകർ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന അതേ നിയമാവലിയും അതേ സംഘടനയും ഭാഗമാണോ എന്നുള്ള കാര്യം ഇവിടെ അതല്ല. കേരളത്തിൽ മാത്രം ഇവർക്ക് പ്രത്യേക എന്തെങ്കിലും രാഷ്ട്രീയ നയമുണ്ടോ? ആരെയും ഉപദ്രവിക്കാൻ പാടില്ല, ഒന്നിനുമെതിരെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ പോരാടാൻ പാടില്ല, സായുധ വിപ്ലവം നടത്താൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസമാണോ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്? ആ വിശ്വാസം വെച്ചുകൊണ്ടാണോ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്? അങ്ങനെയല്ല, ഒരു ഓൾ ഇന്ത്യ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാറ്റേൺ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഇവരെല്ലാം നിരപരാധികളാണ്, നിരുത്തരവാദികളാണ്, നിരായുധരാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് വേറെ എന്തോ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. പിന്നെ FIR രജിസ്റ്റർ ചെയ്തതിന് മാത്രമേ അന്വേഷണം നടത്താവൂ എന്ന് പറഞ്ഞാൽ, ഒരു ഏറ്റുമുട്ടൽ മരിച്ചാൽ ഇന്ത്യയിൽ നമുക്കറിയാം പാർലമെൻറ്റ് ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് അപ്പം തന്നെ അതിൽ ആക്രമണത്തിൽ നേതൃത്വം കൊടുത്ത ആളുകൾ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കെതിരായെല്ലാം FIR രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷണം നടത്താൻ കഴിയുമോ? അജ്മൽ ഹസബ് ഏറ്റുമുട്ടലിൽ മരിച്ചിട്ടുണ്ട്. അജ്മൽ ഹസബിനെ കൊന്നതിൻ്റെ പേരിൽ അന്ന് അതിന് അന്വേഷണം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഈ സംഭവത്തിൽ ഇടപെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷണം നടത്താൻ കഴിയുമോ? അന്വേഷണം നടത്തട്ടെ. അന്വേഷണം നടത്തിയിട്ട് ഇവരുടെ ഭാഗത്ത് ഒഫീഷ്യൽസിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ FIR രജിസ്റ്റർ ചെയ്ത് തുടർ നടപടിയിലേക്ക് പോകണം. അതല്ലാതെ ആദ്യമേ തന്നെ ഇത്തരം സംഭവങ്ങളെ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകളെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യാൻ പോകുന്നത് അപകടകരമാണ്. ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ നിലപാടുകൾ സ്വീകരിച്ചാൽ ഈ ഉദ്യോഗസ്ഥന്മാർ ജീവൻ പണയം വച്ചിട്ട് രാജ്യരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ മനോവീര്യം തകരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതേസമയം ഈ ഗവൺമെൻറ് ഈ നടപടികൾക്കെതിരായിട്ട് ജനങ്ങൾക്ക് ആശങ്കയുണ്ട് അല്ലെങ്കിൽ സംശയമുണ്ട് എന്ന് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ ആ ആശങ്ക ശരിയല്ല, തെറ്റാണ്, യഥാർത്ഥമായ നിയമവിധേയമായാണ് പ്രവർത്തിച്ചത് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല ഗവൺമെൻറ് നിലനിർത്തണം. പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഇരട്ടത്താപ്പാണ് ഞങ്ങൾക്ക് ഒരു കൗതുകമായി തോന്നുന്നത്. മധ്യപ്രദേശിൽ പോലീസ് ആരെങ്കിലും വെടിവെച്ച് കൊന്നാൽ ഉടനെ മോഡിയുടെ പോലീസാണെന്ന് പറഞ്ഞുകൊണ്ട് വരും. അതുപോലെ തന്നെ ചൗഹാൻ്റെ പോലീസാണ് വെടിവെച്ചതെന്ന് പറയും. കേരളത്തിൽ വരുമ്പോൾ ഇന്നലെ ഒരു മന്ത്രി പറയുന്നതായിട്ടു കേരളത്തിലെ ഗവൺമെൻറ് ഇതൊന്നും അറിഞ്ഞില്ല, പോലീസിന്റെ മണ്ടയിൽ മാത്രം പഴിചാരി രക്ഷപ്പെടാനുള്ള ഈ ഇരട്ടത്താപ്പാണ് ഞങ്ങൾക്ക് കൗതുകമായി തോന്നുന്നത്. ശ്രീ PM മനോജ്, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ JR പത്മകുമാർ വിശദീകരിച്ചത് താങ്കൾ കേട്ട് കാണുമല്ലോ. സർക്കാരിൻ്റെ നടപടിയെ വലിയ തോതിലോ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ പോലീസിൻ്റെ നടപടി എന്താണെങ്കിലും അത് സംബന്ധിച്ച് പോലീസിനെ കുറ്റപ്പെടുത്താൻ BJP സംസ്ഥാന വക്താവ് തയ്യാറായിട്ടില്ല. പക്ഷേ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലുമൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വ്യാജ ഏറ്റുമുട്ടൽ എന്ന പ്രസ്താവന നടത്തി ആദ്യം തന്നെ അതിൽ ഇടപെടാറുള്ള CPIM ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നുവെന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അല്ല, ഇസ്രത്ത് ജഹാൻ കൊല്ലപ്പെട്ടപ്പോ അല്ലെങ്കിൽ കൗസർബി കൊല്ലപ്പെട്ടപ്പോ എന്താ നമ്മൾ കണ്ടത്? ഒരു കൊലപാതകം നടത്താൻ പോയവരാണ് എന്ന ന്യായമാണ് നമ്മൾ കേട്ടത്. അതിന്റെ ഭാഗമായിട്ടുണ്ടായ ഏറ്റുമുട്ടൽ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എന്തായാലും നിലമ്പൂർ കാട്ടില് ആരെങ്കിലും ഇതുപോലെ രാഷ്ട്രീയ നേതാക്കളെ കൊല്ലാൻ വന്നിട്ട് പിന്നെ അതിന്റെ പേരിലാണ് ഇവരെ കൊന്നതെന്നോ അതിന്റെ പേരിൽ ആരുടെയെങ്കിലും ഇമേജ് വർദ്ധിപ്പിക്കണമെന്നോ ആരും പറയുന്നില്ലല്ലോ. നമ്മൾ ആ കഥകൾ ചരിത്രത്തിലേക്ക് കൂടുതൽ പോകണ്ട. ഞാനിപ്പോ പറയുന്നത് ശ്രീ PA പൗരൻ പറഞ്ഞൊരു കാര്യമാണ്. അത് സുപ്രീം കോടതിയുടെ വിധി വന്നു, CUCLന്റെ കേസാണ്. അപ്പൊ ആ വിധി അനുസരിച്ച് എങ്ങനെയാണ് അന്വേഷണം വേണ്ടത്? ആ വിധി അനുസരിച്ചിട്ടാണ് മജിസ്ട്രേറ്റ് അന്വേഷണം നടക്കുന്നത്, ആ വിധി അനുസരിച്ചിട്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗഭാക്കായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഘടന ഭാഗഭാക്കായ ഒരു വിധിന്യായം, ആ വിധിന്യായത്തെ പോലും അദ്ദേഹം ഇപ്പൊ തള്ളി പറയുന്നു. പിന്നെ ഇവിടെ കുറെ ആളുകൾ വളരെ കൃത്യമായ വിധി പ്രസ്താവനകൾ നടത്തുന്നത് കേട്ടു. നിരപരാധികളാണ് എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു കേട്ടു. ഞാൻ ശ്രീ പത്മകുമാർ പറഞ്ഞത് അത്ര അതിന്റെ ഒരു എക്സ്റ്റനിലേക്ക് പോകുന്നില്ല. എന്നാൽ എങ്ങനെയാണ് ഈ നിരപരാധികൾ ഈ കാട്ടിനകത്തെത്തുന്നത്? എങ്ങനെയാണ് അവരുടെ കയ്യിൽ 150 സിം ഉണ്ടാവുന്നത്? ഒരു പിസ്റ്റളേ ഉള്ളൂ എന്ന്. ഒരു പിസ്റ്റൾ എന്താ കിട്ടിയതൊരു പിസ്റ്റളാണെന്നാണ് പറയുന്നത്. അല്ലാതെ മാവോയിസ്റ്റുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള എക്സ്ട്രീമിസ്റ്റ് ഫോഴ്സസോ അവര് എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ ആയുധങ്ങൾ അവിടെ ഇട്ടേച്ച് പോകുന്ന ഏർപ്പാടില്ല. അവർ ആദ്യം കടത്തുന്ന ആയുധങ്ങളായിരിക്കും. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. ഒരു പിസ്റ്റളേ ഉണ്ടായിരുന്നുള്ളൂ. പിസ്റ്റൾ എന്താ പല്ലിനിടയിൽ കുത്താനോ? പിസ്റ്റൾ വെടിവെച്ച് കൊല്ലാനുള്ള ആയുധം തന്നെയാണല്ലോ. അപ്പൊ
അപ്പോ അവർ നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരാണ് എന്ന് സമ്മതിക്കാതിരിക്കാനും അവർ നിരപരാധികളാണ് എന്ന് സ്ഥാപിക്കാനുമുള്ള വ്യഗ്രത ഒരു ഭാഗത്തുണ്ട്. അത് കാണണം. അതോടൊപ്പം തന്നെ എത്ര വലിയ കള്ളനോ കൊലപാതകയോ കൊള്ളക്കാരനോ ആയാലും അയാളെ വെടിവെച്ച് കൊല്ലാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനല്ല. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള അബ്യൂസ് ഓഫ് പവർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം, അത് വിധേയമല്ലാത്ത അതിക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിയമത്തിന്റെ മുന്നിൽ വരണം, പോലീസ് ട്രൈ ചെയ്യപ്പെടണം. പക്ഷേ ഇവിടെ അങ്ങനെ ഏകപക്ഷീയമായിട്ട് പോലീസ് ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് പറയാനുള്ള സാഹചര്യം സാധാരണ മട്ടിൽ വിലയിരുത്തുമ്പോൾ കാണാൻ കഴിയുന്നില്ല. ഇനി അങ്ങനെ വിലയിരുത്തണമെങ്കിൽ നിയമവിധേയമായ ശ്രീ പൗരന്റെ സംഘടനയുടെ ഹർജിയുടെ ഭാഗമായി വന്ന സുപ്രീം കോടതി വിധിക്കനുസരിച്ചുള്ള അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിന് ശേഷം നമുക്ക് ഈ വിധി തീർപ്പ് ഉണ്ടാക്കാലോ. അല്ലാതെ ഇപ്പൊ തന്നെ പറയുന്നു പോലീസുകാരുടെ കുഴപ്പക്കാരാണ് എന്ന് മാത്രമല്ല, ഈ DGP പറഞ്ഞു നേട്ടമാണെന്ന്. യഥാർത്ഥത്തിൽ DGP ഒരു പോലീസ് സേന, ആ പോലീസ് സേനയുടെ ഭാഗമായിട്ടാണല്ലോ തന്ത്രപ്പെട്ട് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും വിവിധ സംസ്ഥാനങ്ങളിൽ ഈ വാണ്ടഡ് ആയിട്ടുള്ള കോടി രൂപയിലേറെ തലയ്ക്ക് ഇനം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രതി, ഒരു കുറ്റവാളി പിടിക്കപ്പെടുന്നു. ശരിയാണ്, ഡെഡ് ഓർ അലൈവ് എന്നാ പറയാ, ഇത് ഡെത്തായി, ശരിയാണ്. പക്ഷെ എന്നാൽ പോലും അത്തരമൊരു കുറ്റവാളിയെ പോലീസ് കീഴടക്കി പിടിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഇന്നത്തെ അവസ്ഥയിൽ അത് പോലീസിന് നേട്ടമാണെന്ന് ആ പോലീസ് മേധാവി പറയണം. അതിന് അങ്ങനെ ഒരു കാര്യം കമ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിലാണല്ലോ പിന്നീട് അന്വേഷിക്കുക. സ്വാഭാവികമായും അന്വേഷണം നടക്കുന്നത്. നിങ്ങളുടെ അന്വേഷണത്തെ ഭയക്കുന്നത് അത് മാത്രമല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾ മാത്രം അന്വേഷിച്ചാൽ മതി. നിങ്ങൾ പറയുന്ന ആളുകൾ അന്വേഷിക്കണം, ഉദ്യോഗസ്ഥരെ നിങ്ങൾ തൊട്ട് കാണിക്കും, അവരെ കൊണ്ടുപോയി അന്വേഷിപ്പിക്കണം എന്നൊക്കെയുള്ള വാശി, ആ വാശി ജനാധിപത്യ സമൂഹത്തിൽ ചേർന്നതാണോ, ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ചേർന്നതാണോ? അതുകൊണ്ട് തന്നെ ഇത്തരം വിധി പ്രസ്താവനകളോട് എനിക്ക് യോജിപ്പില്ല. അന്വേഷണം വരട്ടെ. ശ്രീ PM മനോജ്, അത് ശരിയാണ്. ഇപ്പോൾ ഇവർ കേരളത്തിന് പുറത്തോ നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുണ്ടാവും, കേസുകളുണ്ടാവും, ഇവരുടെ തലയ്ക്ക് വില പറഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ ശരിയാണ്. പക്ഷേ അത്തരത്തിലുള്ള ആളുകളെ ജീവനോടെ പിടിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അതായിരുന്നില്ലേ അന്വേഷണത്തിന് കൂടുതൽ ഫലപ്രദമാവുക എന്നതാണ് ഇതിലെ പ്രധാന പ്രശ്നം. ഇവരുടെ ഐഡിയോളജി സംബന്ധിച്ചോ ഇവരുടെ ആക്ടിവിറ്റീസ് സംബന്ധിച്ചോ ഉള്ള വസ്തുതകൾ അതങ്ങനെ മാറി നിൽക്കട്ടെ. നമുക്ക് അത് വേറൊരു വിഷയമായതുകൊണ്ട് തന്നെ അവരെ ജീവനോടെ പിടിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അതായിരുന്നില്ലേ കൂടുതൽ ഫലപ്രദമാവുക. ഇവരുടെ കേരളത്തിലെ നടപടികൾ എന്താണ്, ഇവരുടെ കേരളത്തിലെ ഓപ്പറേഷൻ എന്തൊക്കെയായിരുന്നു, ഇവർക്ക് പിന്നിൽ വേറെ ഗ്രൂപ്പുകളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അവരിൽ നിന്നും അറിയാൻ കഴിയുമായിരുന്നു. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അടഞ്ഞു പോകുന്നില്ലേ ഈ നടപടിയിലൂടെ? ഒരു സംശയവുമില്ല വിജയകുമാറെ, അതാണ് ഞാൻ പറഞ്ഞ ഇത്ര നേരം പറഞ്ഞത്. അത് തന്നെയല്ലേ, അവരെ വെടിവെച്ച് കൊല്ലേണ്ടവരായിരുന്നില്ല. അവർ ഏതെങ്കിലും തരത്തിൽ പിടികൂടപ്പെട്ട് കൃത്യമായി നിയമത്തിന്റെ മുന്നിൽ വിചാരണയ്ക്ക് വിധേയരാവേണ്ട ആളുകൾ തന്നെയായിരുന്നു. ആ വെടിവെച്ച് കൊന്നതിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും എത്ര വലിയ കള്ളനായാലും കൊള്ളക്കാരനായാലും കൊലപാതകയായാലും ബലാത്സംഗിയായാലും നേരിട്ട് വെടിവെച്ച് കൊല്ലുക എന്ന ഏർപ്പാട് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് സാധാരണ മനസാക്ഷിയുള്ളവർക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പോലീസ് പരിധി വിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ അത് പോലീസിന് വെടികൊണ്ടേ തീരും എന്നൊക്കെ ഇവിടെ ചില ആളുകൾ നിർബന്ധം പറയുന്നത് കേട്ടു. കാരണം ഏറ്റുമുട്ടലുണ്ടായി പോലീസിന് വെടി കൊള്ളാത്തത് കൊണ്ട് പോലീസ് കുഴപ്പക്കാരാണ് എന്ന് ആരാണ് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, ഒരാൾ ഇവിടെ പറയുന്നത് കേട്ടു. എന്തായാലും അത്തരമൊരു നിഗമനത്തിലേക്ക് ഞാൻ എത്തുന്നില്ല. പകരം ഈ ഉണ്ടായ എൻകൗണ്ടർ അത് ഫേക്ക് ആണോ അല്ലെങ്കിൽ ശരിയാണോ എന്ന് അന്വേഷണത്തിലൂടെ കണ്ടെത്തട്ടെ. അത് പറയാൻ എല്ലാവർക്കും അവകാശമില്ലേ? തീർച്ചയായും അത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. അത് അന്വേഷിച്ച് അത് വൈകാതെ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരികയും ചെയ്യേണ്ടതാണ്. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ N. ശ്രീകുമാർ, ഇക്കാര്യത്തിൽ ഇന്ന് വീക്ഷണം ഒരു മുഖപ്രസംഗം എഴുതിയിരുന്നു. CPIയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ താങ്കൾ നോക്കൂ. VM സുധീരൻ ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു. രമേശ് ചെന്നിത്തല പോലീസിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. പോലീസിൻ്റെ മനോവീര്യം തകർക്കുന്ന നടപടികൾ പാടില്ല എന്ന് പറഞ്ഞു. ഏതാണ്ട് അതേ പ്രസ്താവന തന്നെയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഇന്ന് ആവർത്തിച്ചത്. പോലീസിൻ്റെ മനോവീര്യം തകർക്കരുത്. രമേശ് ചെന്നിത്തല കുറച്ചുകൂടി കടുപ്പിച്ച് പറഞ്ഞു, മാവോയിസ്റ്റുകൾ ആദ്യം പോലീസിനെ ആക്രമിച്ച ചരിത്രമാണ് നമുക്ക് ഉള്ളത് എന്ന് പറയുകയും ചെയ്തു. ഇത് കോൺഗ്രസിൻ്റെ നിലപാടാണെന്നിരിക്കെ വീക്ഷണം ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു മുഖപ്രസംഗം എഴുതിയത്? എന്തുകൊണ്ടാണ് CPIയെ ഇക്കാര്യത്തിൽ പിന്തുണയ്ക്കണം എന്ന് തോന്നിയത് പത്രത്തിന്? അല്ല, ഇതിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞതും മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞതൊക്കെ നമുക്ക് ആലോചിച്ചറിയാം. കാരണം അവരൊക്കെ 4 മാസം മുമ്പ് കേരളത്തിൻ്റെ ഭരണരംഗത്തുണ്ടായിരുന്നവരാണ്, പോലീസിനെ നിയന്ത്രിച്ചിരുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ നടപടിക്രമങ്ങൾ എന്താണെന്ന് അവർക്കറിയാമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ അങ്ങനത്തെ ഒരു നിലപാടെടുത്തത്. KPCC പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള നിലപാടാണ്.
വീക്ഷണമുഖ പ്രസംഗം എഴുതിയത് അതൊരു പൊതു കാര്യം എന്നാലേ കണ്ടുകൊണ്ടാണ്. വിജയകുമാർ, ഒരു കാര്യം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഈ വിഷയത്തിൽ നാളെ മന്ത്രിസഭാ യോഗം ചേരാൻ പോവല്ലേ? നാളത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി എന്താണ് പറയുന്നത്, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഇതുവരെ മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല. കാനം രാജേന്ദ്രൻ പറഞ്ഞു, ഇക്കാര്യത്തിൽ CPIയുടെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ അദ്ദേഹവും ഇതിൻ്റെ ആഭ്യന്തര വകുപ്പോ മുഖ്യമന്ത്രിയോ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് ഇടതുമുന്നണിയിൽ വന്നിരിക്കുകയാണ്. അത് CPI ഈ രാഷ്ട്രീയ വിഷയം എടുത്തിരിക്കുന്നത്, അതാണ് ഭീഷണം കണ്ടത്. അത് CPIയെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നതിൽ അത് തെറ്റൊന്നുമില്ല. പക്ഷേ CPI ഈ വിഷയം കണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഇതിൽ വലിയ രാഷ്ട്രീയമുണ്ട്. കാനം രാജേന്ദ്രൻ വെറുതെ പറഞ്ഞതല്ല. കാരണം കേരളത്തിന് പുറത്ത് CPM ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലുമേ ഉള്ളെങ്കിൽ CPIക്ക് ചില മേഖലകളിൽ സ്വാധീനമുണ്ട്. ആന്ധ്രാപ്രദേശിലുണ്ട്, ബീഹാറിലുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്, ജാർഖണ്ഡിലുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. അവിടെയൊക്കെ ഈ മാവോയിസ്റ്റുകൾ വളരെ ശക്തി പ്രാപിച്ചവരാണ്. അവിടെയൊക്കെ മാവോയിസ്റ്റുകൾ ആക്രമണത്തിന് വിധേയരാകുന്നവരിൽ ഒരു വിഭാഗം CPIക്കാരാണ്. അപ്പോൾ കേരളത്തിൽ കാനം രാജേന്ദ്രൻ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്നതിനെ ന്യായീകരിക്കുകയാണെങ്കിൽ എന്താണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന പ്രതികരണം എന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാം. അതൊരു വലിയ രാഷ്ട്രീയ വിഷയമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതുതന്നെയാണ് ഇപ്പോൾ AIYFന്റെ സുഹൃത്ത് പറഞ്ഞത്. നിങ്ങളിന്ന് DYFയുടെ സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടർ ചാനലിൽ ഞാൻ കണ്ടു. അവിടെ 2 പേര് ഇതിനെ വെടിവെപ്പിനെ എതിർത്തു എന്ന്. ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. കേരളത്തിൽ എന്താണ് നടന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഷ്യം DGP പറഞ്ഞു. എങ്ങനെ? വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ അവിടെ സംഭവിച്ചത് വെടിവെച്ച് കൊന്നു എന്ന് തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ ഇത് പറയാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്ക് വരുന്നില്ല. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയം കാണണം. കാരണം വെടിവെച്ചിട്ടാണ് കൊന്നത് എന്ന് പറഞ്ഞാൽ നാളെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അതിന് മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ തൽക്കാലം മൗനം പാലിക്കുകയായിരിക്കും മുഖ്യമന്ത്രിക്ക് നല്ലത്. മറിച്ച് CPIക്ക് പറയാം. കാരണം CPI ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം കാണണം. അതുകൂടാതെ കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിർണായക വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നില്ല. ഈ അഭിപ്രായം പറയാത്തതാണ് ഇടതുമുന്നണിയിലൊരു പ്രശ്നം എന്ന് കാനം രാജേന്ദ്രൻ അറിയാം. നേരെ വെച്ച് മുഖ്യമന്ത്രി പോലീസ് റിപ്പോർട്ടിന് അദ്ദേഹത്തിന് ആശ്രയിക്കുക, അതിൽ തെറ്റൊന്നുമില്ല. മനോജ് പറയുന്നതിനെ ഒട്ട് ചോദിക്കുന്നില്ല. ഒരു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് പോലീസ് റിപ്പോർട്ടിനെ ആശ്രയിക്കാം. അസംബ്ലിയിലെ കണ്ണൂരിലത്തെ പീഡനത്തെക്കുറിച്ച് പറഞ്ഞ മുഖ്യമന്ത്രി പോലീസ് റിപ്പോർട്ടല്ലേ ആശ്രയിച്ചത്? മറ്റ് പല കാര്യങ്ങളിലും മുഖ്യമന്ത്രി പോലീസ് റിപ്പോർട്ടല്ല ആശ്രയിച്ചത്. അപ്പോൾ പോലീസ് റിപ്പോർട്ട് ആശ്രയിക്കുന്നത് തെറ്റൊന്നുമില്ല. കാരണം മുഖ്യമന്ത്രി ഇന്നലെ പന്ന്യൻ രവീന്ദ്രൻ ആരോ പറഞ്ഞ പോലെ, MM മണിയോ സുധാകരൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി അവിടെ ചോദിച്ചിട്ടല്ലല്ലോ വെടിവെച്ചത്. ആ പോലീസ് ഒരു കാട്ടിൽ കയറി മാവോയിസ്റ്റുകളെ തിരയുന്നു. അവിടെ എന്ത് സംഭവിച്ചെന്ന് നമുക്ക് ആർക്കും അറിയാൻ വയ്യ. ഇപ്പം മാവോയിസ്റ്റുകൾ കുറ്റക്കാരല്ല എന്ന് പറയാനും കുറ്റക്കാരാണെന്ന് പറയാനും ഒക്കെ ആളുകളുണ്ട്. അതൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ചുള്ള ജനങ്ങൾക്കിടയിൽ സംശയം ഉണ്ടാകാൻ കാരണം ഇതിന് ആധികാരികമായി പറയേണ്ട ആൾ പറയാത്തതുകൊണ്ടാണ്. ആധികാരികമായി പറയേണ്ട ആളാരാണ്? ആഭ്യന്തരമന്ത്രിയാണ്. ആഭ്യന്തരം കൊണ്ടു നടക്കുന്ന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം എന്നാ പറഞ്ഞാൽ മതി. ഇപ്പോൾ തൽക്കാലം പോലീസ് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുക. അതിനുശേഷം അന്വേഷണം നടന്നിട്ട് മറ്റു കാര്യങ്ങൾ പറയാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ. അതെന്താണ് പറയാത്തത്? അത് കാനം രാജേന്ദ്രൻ പറയുന്ന ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറയണമായിരുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി എന്താണ് നിലപാട് വ്യക്തമാക്കാത്തതെന്ന് എന്താണ് കാനം രാജേന്ദ്രൻ ചോദിക്കാത്തത്? അദ്ദേഹമല്ലേ രാഷ്ട്രീയമേ കാണുന്നുള്ളൂ. ആ രാഷ്ട്രീയം ഞാൻ പറഞ്ഞ രാഷ്ട്രീയമാണ്, അല്ലാണ്ട് മാവോയിസ്റ്റുകളോടുള്ള സ്നേഹം കൊണ്ടോ അവിടെ മാവോയിസ്റ്റുകളോടുള്ള സ്നേഹം അല്ല ഇതിന് പിന്നിൽ. നിങ്ങൾക്കൊരു രാഷ്ട്രീയമുണ്ട്. ആ നിലപാടാണ് ഇവിടെ കാനം രാജേന്ദ്രൻ പറയുകയും നിങ്ങളൊക്കെ ഇപ്പോൾ സമരമുഖത്ത് ഇറങ്ങുകയും ചെയ്തതിൻ്റെ കാരണം. അതല്ലാതെ ദേശീയ തലത്തിൽ മാവോയിസ്റ്റുകളുടെ നിലപാടുകളോട് ഒരു സോഫ്റ്റ് കോർണർ CPIക്കുണ്ടോ? അങ്ങനെ കഥ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്ത് PM മനോജ് പറഞ്ഞ തന്നെയാണ് എനിക്ക് വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ളത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ചരിത്രത്തിലേക്കെല്ലാം സഞ്ചരിച്ച് തിരിച്ചു വന്ന അദ്ദേഹം പറഞ്ഞത്, എത്ര കൊടും കുറ്റവാളിയാണെങ്കിലും എത്ര വലിയ ക്രിമിനലാണെങ്കിലും അവരെ വെടിവെച്ച് കൊല്ലുന്നതിനോട് യോജിപ്പില്ല. അതിനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വെടിവെച്ച് കൊന്നതിൻ്റെ ആയി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചകളുണ്ടെങ്കിൽ പരിശോധിക്കണം. അതിനെ ഞങ്ങൾ പറഞ്ഞത്. ഇവിടെ ചരിത്രത്തിലേക്കെല്ലാം നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് പോലീസ് വെടിവെപ്പുകൾ കേരളത്തിൽ നടന്ന ചരിത്രം അറിയുന്നവരാണ്. UDFന്റെ മുൻപുള്ള ഭരണകാലത്ത് മുത്തങ്ങയിൽ ആദിവാസികൾക്ക് നേരെ പോലീസ് വെടിവെപ്പുണ്ടായി. അവിടെ ജോഗി കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, ആ ആക്ഷനകത്ത് പങ്കെടുത്ത ഒരു പോലീസുകാരൻ ദാരുണമായി കൊല്ലപ്പെട്ടു. പക്ഷെ കേരളം എങ്ങനെയാണ് പ്രതികരിച്ചത്?
കേരളം തീർച്ചയായും ആ പോലീസുകാരൻ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ട് പോലും അത് ദാരുണമായ അന്ത്യമാണ് എന്ന ബോധ്യമുണ്ടായിട്ട് പോലും മുത്തങ്ങയിലെ പോലീസുകാർക്ക് നേരെ അന്നത്തെ UDFന്റെ ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് പോലീസ് എടുത്ത നടപടി തെറ്റാണെന്ന് പറഞ്ഞ് കേരളം തിളച്ചു മറിയുന്ന സമരം നടന്ന അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇത് മാവോയിസ്റ്റുകളെ ആക്രമിച്ചു കൊലപ്പെടുത്തി എന്നതിന്റെ പേരിൽ മാത്രം ഉണ്ടാകുന്ന നിലപാടില്ല. ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒരു നിലക്കും ഇങ്ങനെ ആളുകളെ കുറ്റവാളികളാണെന്ന് പോലീസ് തന്നെ പ്രഖ്യാപിച്ച്, അല്ലെങ്കിൽ കുറ്റവാളികളാണ് എങ്കിൽ തന്നെ അവരെ വെടിവെച്ച് കൊല്ലാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? അതാണോ നമുക്ക് മുന്നിലുള്ള വഴികൾ? മറ്റൊരുപാട് വഴികളുണ്ട്. ആ വഴികൾ തേടാതെ ഇങ്ങനെ ബോധപൂർവം വ്യാജ ഏറ്റുമുട്ടൽ കഥകൾ ഉണ്ടാക്കി ആളുകളെ കൊന്നൊടുക്കിയ സമീപനം തെറ്റാണ്. അതാണ് ഞങ്ങളുടെ നിലപാട്. അതിന്റെ പുറത്താണ് അഭിപ്രായം പറയുന്നത്. ഇത് പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് AVF വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്രീ PA പൗരൻ, ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ നേരത്തെ ശ്രീ PM മനോജ് ചൂണ്ടിക്കാട്ടിയതുപോലെ സുപ്രീം കോടതി ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികൾ എന്ന നിലയിൽ പറയാറുള്ളത് മജിസ്റ്റീരിയൽ എൻക്വയറി ആണല്ലോ. ഇവിടെ ഇപ്പോൾ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ആ നിലയ്ക്ക് സർക്കാർ നടപടിയെ സാങ്കേതികമായി വിമർശിക്കാൻ കഴിയില്ല. ചുമതല കൊടുത്തിരിക്കുന്ന ആൾ ഏത് നിലപാടെടുക്കുമെന്നത് താങ്കൾ നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികമായി നിയമപരമായി നിലനിൽക്കുന്നതല്ലേ സർക്കാരിൻ്റെ നടപടി? ഒന്നത്. രണ്ട്, ഈ കാണാതായി എന്ന് പറയുന്ന ആളുകൾ, ഈ സംഘത്തിലുണ്ട കാണാതായി എന്ന് പറയുന്ന ആളുകൾ, അതിൽ ചിലരൊക്കെ പിന്നീട് ചില മാധ്യമങ്ങളുടെ പ്രാദേശിക ലേഖകരെയും ഒക്കെ വിളിച്ച് ഇക്കാര്യത്തിലുള്ള വിശദീകരണം നൽകുകയും ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ പറയുന്നുണ്ട്, ഞങ്ങൾ പോലീസിന് നേരെ വെടിയുതിർത്തു. ആദ്യം വെടിവെച്ചു എന്നല്ല പറയുന്നത്, ഞങ്ങൾ രക്ഷപ്പെടുന്ന സമയത്ത് പോലീസിന് നേരെ വെടിയുതിർത്തു എന്ന്. അവരും ആയുധങ്ങളുമായി സജ്ജരായിരുന്നു എന്നതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ആദ്യമായിട്ട് പത്മകുമാർ പറഞ്ഞതിന് മറുപടി പറയാം. പത്മകുമാർ പറഞ്ഞു ഇവർക്ക് എന്താണ് ഇവിടെ കാര്യം. അതിനകത്ത് കുക്കു ദേവരാജിനെതിരെ പല കേസുകളുമുണ്ട്, തലയ്ക്ക് വില പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. കേരള പോലീസോ കേരള സർക്കാരോ ഈ കുക്കു ദേവരാജിൻ്റെ പേരിലോ ഈ പറയുന്ന അജിതയുടെ പേരിലോ ഒരു കേസെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അവരെ എവിടെയെങ്കിലും വെച്ച് പിടിച്ചിട്ടുണ്ടാകാം. പിടിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞ ഈ തലയ്ക്കുള്ള വില, ആ പണം കിട്ടാൻ വേണ്ടി പോലീസുകാർ അവിടെ നിന്നും അവരെ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് നിഷ്ഠൂരമായിട്ട് വെടിവെച്ച് കൊന്നതാണ്. അതിന് മറയായിട്ട് പിന്നീട് ഷെഡുകൾ ഉണ്ടാക്കി, ഐഫോൺസ് അവിടെ സംഘടിപ്പിച്ചു, 5 ലക്ഷം രൂപ സംഘടിപ്പിച്ചു, ചട്ടിയും കലവും ഉണ്ടാക്കി, വിറകുണ്ടാക്കി, അടുപ്പുണ്ടാക്കി അവരവിടെ താമസിപ്പിച്ചു, അല്ലെങ്കിൽ അവിടെ കിടത്തി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അത് അവിശ്വസിക്കാൻ സാധിക്കുമോ? അപ്പോൾ അതുകൊണ്ട് പത്മകുമാർ മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹത്തിന് അറിയാലോ ഇവിടെ കുറ്റം ചെയ്തിട്ടുണ്ടാകാം, അവർ ക്രിമിനൽസ് ആയിരിക്കാം, കൊള്ളക്കാരായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭീകരവാദികളായിരിക്കാം. പക്ഷേ ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, നിയമമുണ്ട്. അതനുസരിച്ച് അവരെ പിടിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ബ്ലാങ്ക് ആയിട്ട് വെടിവെച്ച് കൊല്ലുകയല്ല ചെയ്യേണ്ടത്. അവരെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കേണ്ട ഏറ്റവും മൗലികമായ ഒരു ഉത്തരവാദിത്തമാണ് ഇന്ന് പോലീസ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ രൂപത്തിൽ വെടിവെച്ചുകൊണ്ട് കൊന്ന് അവരെ പോലീസിന്റെ മുറയിൽ ഉയർത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ മനോജ് പറഞ്ഞു ഇവിടെ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓർഡറായിരിക്കുന്നു, അതോടൊപ്പം തന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു, അതോടുകൂടി പോലീസിന്റെ ബാധ്യത തീർന്നു, ഞങ്ങളെല്ലാം ക്ലീൻ ആണ് എന്നുള്ള ഒരു മനോഭാവമാണ് ഉണ്ടായിരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. സുപ്രീം കോടതിയുടെ വിധിയിൽ 16ാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. ആ നിർദ്ദേശത്തിൽ പറയുന്നു, ഇൻക്വസ്റ്റ് നടത്തുന്നതും അതിനുശേഷം ക്രൈംബ്രാഞ്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയോ ഈ കാര്യങ്ങളെപ്പറ്റി അന്വേഷണം നടത്തിയാൽ ആ അന്വേഷണവും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും ഈ മരിച്ച അല്ലെങ്കിൽ ഗുരുതരമായ അല്ലെങ്കിൽ പരിക്ക് പറ്റിയവരുടെ ഇരകൾക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് അത് വിശ്വാസയോഗ്യമല്ല, അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നടത്തിയതല്ല, ഇംപാർഷ്യലായിട്ട് നടത്തിയതല്ല എന്ന് തോന്നിയാൽ അതിനെതിരെ സെഷൻസ് കോടതിയിൽ കംപ്ലൈന്റ് കൊടുക്കാം, നടപടികൾ സ്വീകരിക്കാം. സെഷൻസ് കോടതി അത് കാര്യങ്ങൾ സ്വീകരിച്ചതിന് ശേഷം അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയതിന് ശേഷം അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ അതിന് ഉത്തരവാദിത്വമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. അടിയന്തരാവസ്ഥ കാലത്ത് സമാനമായ പല സംഭവങ്ങളും ഉണ്ടായി. അന്നെല്ലാം ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായിട്ട് ഉള്ള ഒരു നിലപാട് സ്വീകരിച്ച പല രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ഉണ്ട്. പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടികളെല്ലാം
പിന്നീട് അവർ നിലപാടുകൾ തിരുത്തി കൃത്യമായിട്ട് ജനകീയമായിട്ടുള്ള വീക്ഷണം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ പോലീസിനെ സഹായിക്കുന്ന ഒരു നിലപാട് പത്മകുമാർ സ്വീകരിക്കരുത്, മനോജ് സ്വീകരിക്കരുത്, മറ്റുള്ളവർ സ്വീകരിക്കരുത് എന്നുള്ള ഒരൊറ്റ അഭിപ്രായമാണ് എനിക്കുള്ളത്. പിന്നെ ഇവിടുത്തെ ജാഫർ മാലിക്കിന്റെ നേതൃത്വത്തിലുള്ള ഇൻക്വസ്റ്റിനെ പറ്റി പറഞ്ഞു. ഒരൊറ്റ വാചകം കൂടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജാഫർ മാലിക്കാണ് 36 മണിക്കൂർ നേരം ഈ കാര്യങ്ങളെല്ലാം സപ്രസ് ചെയ്യാൻ നേതൃത്വം കൊടുത്തത്. അങ്ങനെയുള്ള ജാഫർ മാലിക് ഒരു ഇൻക്വസ്റ്റ് നടത്തിയാൽ ആ ഇൻക്വസ്റ്റ് ഒരിക്കലും പക്ഷപാതരഹിതമായിരിക്കുകയില്ല, പക്ഷപാതപരമായിരിക്കും, അത് പോലീസിനെ സഹായിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് നടത്തുന്ന, കാരണം DGPയുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ DGP തന്നെ പറയുന്നു പോലീസ് ചെയ്തത് വളരെ നല്ലൊരു അച്ചീവ്മെന്റ്സ് ആണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു കീഴുദ്യോഗസ്ഥൻ നടത്തുന്ന അന്വേഷണം ഒരു പ്രഹസനമായിരിക്കും എന്നുള്ള കാര്യം കൂടി അതാണ് താങ്കളുടെ അക്കാര്യത്തിലുള്ള വിശദീകരണം. ശ്രീ JR പത്മകുമാർ, മറുപടി. ഇക്കാര്യത്തിൽ താങ്കൾ മുന്നോട്ട് വെച്ച വാദങ്ങൾ അത് ശ്രീ PA പൗരൻ നിഷേധിക്കുകയായിരുന്നല്ലോ, താങ്കൾക്ക് പറയാം. ഒരു നിരപരാധികളായ ആരെങ്കിലും അവരെ വെടിവെച്ചു വന്നെന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാനൊന്നും ഞാനില്ല. ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, ഇവരെ വെടിവെച്ചതിനെ സംബന്ധിച്ച് ഇവർ അക്രമ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ വളരെ സമാധാനപരമായ പ്രവർത്തനത്തിന് വന്നവരാണ് അവർ വെടിവെച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണം വരട്ടെ. അതിനു മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഔചിത്യമാണ് ഞാൻ പറഞ്ഞത്. അവർ നിരപരാധികളാണ്, നിരായുധരാണ് എന്ന് പറയുന്നതിനോടാണ് എനിക്ക് എതിർപ്പ്. അതേസമയം ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം നിയമവിധേയമായാണോ പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ ഇന്ത്യ സംസ്ഥാനത്ത് എവിടെ പിടികൂട്ടാപ്പള്ളിയായി പ്രഖ്യാപിച്ചാലും ഏത് സംസ്ഥാനത്തും ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നിയമം ഒരേപോലെയാണ്, ക്രിമിനൽ ലോ ബാധകമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ കുറ്റവാളിയാണെങ്കിൽ തിരുവനന്തപുരത്തും കുറ്റവാളി തന്നെ, കേരളത്തിലും കുറ്റവാളി തന്നെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമവിധേയമായി പ്രവർത്തിക്കാത്ത, നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിച്ച ആളുകളുമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ അതിന് പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് നമ്മൾ പോകുന്നത് ശരിയല്ല. അതേസമയം ഇവരെ പിടിക്കാൻ കഴിയുമായിരുന്നു, ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു ഓപ്ഷൻ സ്വീകരിക്കേണ്ടതായിരുന്നു. അത് അന്വേഷണത്തിൽ വരട്ടെ. അതിനു മുന്നേ തന്നെ ഇതിലെല്ലാവരെയും മനുഷ്യാവകാശ ലംഘനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നതിനോടാണ് ഞാൻ എതിർപ്പ് പറഞ്ഞത്, എൻ്റെ അഭിപ്രായം പറഞ്ഞത്. ഇപ്പോൾ മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഈ പോലീസുകാർക്കുമുണ്ട്. ഇവരാൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ വീട്ടിൽ ഇപ്പോൾ കുക്കു ദേവരാജിൻ്റെയും അതുപോലെ തന്നെ മറ്റേ ആളുകളുടെയൊക്കെ ബന്ധുക്കൾ കരയുന്ന കാഴ്ച വളരെ ഹൃദയഭേദകമാണ്. പക്ഷേ ഇതേപോലെ കുറേ കരയുന്ന ആളുകളുണ്ട്. ഇപ്പോഴും ഇവരുടെ നിരപരാധികളായ സർക്കാർ സർവീസിൽ ജോലി കിട്ടിപ്പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാൽ ഇവരെ നേരിടുവാൻ നിയോഗിക്കപ്പെട്ട ആളുകളെ കൊല ചെയ്യപ്പെട്ട് അവരുടെ അമ്മമാരും ഭാര്യമാരും കൊച്ചു കുട്ടികളുമൊക്കെ ഇതിനേക്കാൾ നെഞ്ചുപൊട്ടി കരയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പൗരാവകാശം എന്ന് പറയുന്നത് എല്ലാവർക്കുമുണ്ട്, മനുഷ്യാവകാശം എന്ന് പറയുന്നത് എല്ലാവർക്കുമുണ്ട്. ഇവിടെയുള്ളൊരു പ്രശ്നം ഇര ആരെന്നുള്ളതാണ്, വേട്ടക്കാരൻ ആരെന്നുള്ളതാണ്. ഈ രാജ്യത്തിനെതിരായിട്ട് പോരാടുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകളെ കൊല്ലാൻ ശ്രമിക്കുന്ന ആളുകളാണോ ഇരകൾ? അതെ, ഈ തന്നാൽ അർപ്പിതമായ കർത്തവ്യം നിർവഹിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ അവരാണോ ഇരകൾ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ അതിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരട്ടെ. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, വളരെ ബുദ്ധിജീവികളും ഓരോ സംഭവം നടക്കുമ്പോൾ അവരുടെ ജാതി ഏത്, മതം ഏത് എന്നൊക്കെ തിരക്കി നടക്കുന്ന ആളുകൾ, ബുദ്ധിജീവികളും മറ്റേ ആളുകളൊക്കെ ഇപ്പം കാണുന്നില്ല. കുക്കു ദേവരാജൻ്റെ ജാതി ഏതെന്നോ അജിതയുടെ ജാതി ഏതെന്നോ മതം ഏതെന്നോ ഒരിടത്തും ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇത് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ആണെന്നെങ്കിൽ ഇപ്പോൾ അയാളുടെ ജാതി, മുൻജാതി, പിൻജാതി, അമ്മയുടെ ജാതി, അച്ഛൻ്റെ ജാതി ഒക്കെ നോക്കുമായിരുന്നു. ഈ ഒരു ഇരട്ട താപ്പ് ഇന്ന് ബുദ്ധിജീവികൾ എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകരെന്ന് പറയുന്ന ആളുകൾക്കൊക്കെ കേരളത്തിലുണ്ട്. അതേപോലെ രാഷ്ട്രീയ പാർട്ടികളും വച്ചു പുലർത്തും. ഇതാണ് നമ്മുടെ കൗതുകമായി കാണുന്നത്. ശ്രീ PA പൗരൻ, പറഞ്ഞോളൂ. ഒറ്റ മറുപടിയാണ് മിസ്റ്റർ പത്മകുമാറിന് പറയാനുള്ളത്. കഴിഞ്ഞ സെപ്റ്റംബർ 26-ാം തീയതി ഇതേപോലെ ഒരു എൻകൗണ്ടർ ഇതേ സ്ഥലത്ത് തന്നെ ഉണ്ടായതായിട്ടാണ് പോലീസ് റിപ്പോർട്ടുകൾ പറയുന്നത്, പത്രങ്ങളിൽ വായിച്ചതും മാധ്യമങ്ങളിൽ വായിച്ചതും. അപ്പോൾ അന്ന് മുതൽ തന്നെ അവിടെ ശ്രീ PA പൗരൻ, ഞാൻ താങ്കളിലേക്ക് വരാം. അവിടെ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾക്ക് അക്കാര്യത്തിൽ വിശദീകരണം നൽകാനുണ്ട്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ N ശ്രീകുമാർ, ഇക്കാര്യത്തിൽ പോലീസിൻ്റെ മനോവീര്യം തകർക്കരുത്, അല്ലെങ്കിൽ പോലീസിനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല,
അന്വേഷണ സംവിധാനങ്ങളെ ആകപ്പാടെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നടപടി തെറ്റാണ് തുടങ്ങിയ വിശദീകരണങ്ങൾ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ ഇപ്പോൾ BJP ആണെങ്കിലും അതേ നിലപാട് പറയുന്നു, കോൺഗ്രസിനും വിശദീകരണം നൽകുന്ന നേതാക്കളൊക്കെ അതുതന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ ആ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നതിൽ എന്താണ് പിശക്? ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ വിഷയത്തിൽ സംസാരിച്ച SPO മറ്റാരും കൂടുതലൊന്നും പറഞ്ഞിരുന്നില്ല. പോലീസിനോട് ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് അനൗദ്യോഗികമായി പോലീസ് ചില രേഖകളോ ചില ചിത്രങ്ങളോ നൽകുന്നു. AK-47 ഉപയോഗിക്കുന്ന തിരകൾ കൊണ്ടുവന്നുവെന്ന് കരുതുന്ന എന്തൊക്കെയോ ചില സാധനങ്ങളുടെ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുന്നു. ഇതൊക്കെ അവിടെ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നു. ഇതൊന്നും ആദ്യം നൽകിയില്ല തന്നെയല്ല, ഇത് ഇപ്പോൾ നൽകുന്നത് തന്നെ വളരെ ദുർബലമായ തെളിവുകൾ. സ്വാഭാവികമായും പോലീസിന് നേരെ വിരൽ ചൂണ്ടുന്ന ഇത്തരം സന്ദർഭങ്ങൾ അത് അതേ നിലയിൽ വിമർശിക്കുന്നത് അതെങ്ങനെയാണ് പോലീസിന്റെ മനോവീര്യം തകർക്കുന്ന നടപടിയാണെന്ന് പറയുക? അല്ല, പോലീസിൻ്റെ മനോവീര്യം തകർക്കുന്ന നടപടിയാണെന്ന് പറയുന്നത് എത്രയായാലും മാവോയിസ്റ്റുകളെ നമ്മൾ അംഗീകരിക്കുന്നില്ല, ഒരു പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല. കാരണം നേരിട്ട് സമൂഹത്തിൽ വന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താതെ ഒളിവിലിരുന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, അതും വധത്തോട് ഒരു ആഭിമുഖ്യം പുലർത്തുന്ന ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സംഘടനയാണ് മാവോയിസ്റ്റുകൾ എന്ന ഏതാണ്ട് നമുക്കൊരു രൂപമുണ്ട്. അപ്പോൾ ആ രൂപത്തിലുള്ളവർ കാട്ടിൽ ഒളിച്ചിരുന്ന് പ്രവർത്തിക്കുമ്പോൾ അവരെ പിടിക്കാൻ പോകുന്ന പോലീസ് അവരവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയുന്നില്ല. അപ്പം അങ്ങനെ സംശയങ്ങൾ വന്നതുകൊണ്ടാണ് ഇപ്പം എന്താ മാധ്യമപ്രവർത്തകരെ അങ്ങോട്ട് കൊണ്ടുപോയില്ല പോലീസ്. അവരെ കൊണ്ടുപോയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് പകുതി സംശയങ്ങളും മറയുമായിരുന്നു. മാധ്യമപ്രവർത്തകരെ ഒരു പരിധി വെച്ചിട്ട് വനത്തിൽ വെച്ച് പോലീസ് തടഞ്ഞു എന്നാണ് പത്രങ്ങളിലെ റിപ്പോർട്ട്. എന്തിനാണ് പോലീസ് തടഞ്ഞത്? മാധ്യമപ്രവർത്തകരെ കൊണ്ടുപോകാമായിരുന്നില്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം, പോലീസിന് വിശദീകരണം നൽകി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്? മനോവീര്യം തകർക്കരുത് എന്നൊരു പൊതുഭാഷ്യമാണ്. അത് എല്ലാവർക്കും പറയാവുന്ന കാര്യമാണ്. ഇപ്പോൾ പത്മകുമാർ പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ അദ്ദേഹം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ലെ പത്മകുമാർ കേരളത്തിലെ പോലീസിനെ ന്യായീകരിച്ച് പറയുമോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടാകാവുന്ന ഇത്തരം സംഭവങ്ങളെ പത്മകുമാറിനെ ന്യായീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ന്യായീകരിക്കുന്നത്. ഇവിടെ വനത്തിനുള്ളിൽ നടന്ന സംഭവത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവിടെ പോയ ആക്ഷനിൽ പങ്കെടുത്തവരൊക്കെ അറിയുള്ളൂ. അവർ പറയുന്ന കാര്യങ്ങൾ പുറത്തു വരുന്നില്ല. അത് അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് വേണേൽ വരാം. പക്ഷെ അതിനു മുമ്പ് ഈ പോലീസിന്റെ വീര്യം കെടുത്തരുതെന്ന് പറഞ്ഞൊരു പ്രധാന കാരണം, യഥാർത്ഥത്തിൽ ഇവർ തിരിച്ച് വെടിവെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് മരിച്ച പെൺകുട്ടിയും യുവതിയും അതുപോലെ മരിച്ച മറ്റേയാളും പോലീസിനെ വെടിവെച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. വെടിവെച്ച് പോലീസിന്റെ ഭാഗത്ത് ആളപായം ഉണ്ടായിട്ടുണ്ടോ നമുക്കറിയില്ല. അപ്പം നമ്മൾ മുൻകൂട്ടി ഒരു ധാരണ പറയുന്നത് ശരിയല്ല. പോലീസ് എന്തിനാ പോയത്? മാവോയിസ്റ്റുകളെ പിടിക്കാൻ വേണ്ടി തന്നെയാണ് പോയത്. മാവോയിസ്റ്റുകളെ പിടിക്കുന്നത് നിയമപരമായിട്ട് അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ജോലിയാണ് മാവോയിസ്റ്റുകളെ പിടിക്കുക എന്നുള്ളത്. അതിന് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഫണ്ടിന് ഓഡിറ്റിംഗ് ഇല്ല. അപ്പം അത്രയധികം പൈസ ചെലവഴിച്ച് പോലീസ് സംവിധാനത്തിൽ പ്രത്യേകിച്ച് പരിശീലനം കൊടുത്തവരെ കാട്ടിലേക്ക് വിടുമ്പോൾ അവരെ വെടിവെച്ച് അവിടെ കൊന്നിട്ടുണ്ടെങ്കിൽ അല്ലെ തിരിച്ചാക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസിനെ നമ്മൾ വല്ലാതെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. പക്ഷേ പോലീസ് മാത്രം പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. പോലീസ് മാത്രം പറയുന്നത് കേൾക്കാൻ പറ്റില്ല പറയാൻ കാരണം, അവിടെ എന്തായാലും 2 മനുഷ്യജീവൻ അവിടെ അപഹരിക്കപ്പെട്ടല്ലോ. ഈ മനുഷ്യജീവൻ വെറുതെ അവരെ പനി പിടിച്ചു കിടക്കായിരുന്നാണ് മാവോയിസ്റ്റുകളുടെ പ്രതിനിധി പറഞ്ഞത്. അവർ പനി പിടിച്ചു കിടക്കായിരുന്നു. പനി പിടിച്ചു കിടക്കുന്നവരെ നേരിട്ട് പോയി കൊല്ലുന്നത് ശരിയല്ലല്ലോ. ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നവരെ കൊന്നാണ് ശരി. അപ്പം അതുകൊണ്ട് പോലീസിനെ വീര്യം കെടുത്തതെന്ന് പറയുന്നത് പോലീസിനെ ആക്ഷേപിക്കരുതെന്ന ഉദ്ദേശമുണ്ടാ, അല്ലാണ്ട് പോലീസിനെ ന്യായീകരിക്കുകയല്ല. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ ആവർത്തിക്കുകയാണ്, മുഖ്യമന്ത്രി അല്ലേ മറുപടി പറയേണ്ടത് വിജയകുമാറെ? മുഖ്യമന്ത്രി എന്തിനാ മൗനം പാലിക്കുന്നത്? പണ്ട് നക്സലേറ്റുകളെ അമർച്ച ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. കരുണാകരൻ എന്ന ആഭ്യന്തരമന്ത്രിയായിരുന്നു. അദ്ദേഹം പരസ്യമായി പറഞ്ഞിരുന്നു നക്സലേറ്റുകളെ അമർച്ച ചെയ്യണം എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞിരുന്നു. ഇപ്പം ഇവിടെ മാവോയിസ്റ്റുകളെ CPM താത്വികമായിട്ട് മാവോയിസ്റ്റുകളെ അംഗീകരിക്കുന്നില്ല. കാരണം CPM നിന്ന് പിളർന്നു പോയവരാണ് മാവോയിസ്റ്റുകൾ. അവരെ അംഗീകരിക്കുന്നില്ല. പക്ഷേ എന്നാൽ അവരെ എതിരിട്ടു എന്ന് വരുത്തി ആ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ധാർമ്മികമായി ഏറ്റെടുക്കാനും തയ്യാറല്ല. അപ്പം ഇലയ്ക്കും ഉള്ളിലും ഇല്ലാണ്ട് കേടില്ലാതെ സംഗതി വരുത്തി. ഇപ്പൊ മുഖ്യമന്ത്രി സത്യത്തിൽ വെള്ളത്തിൽ ചവിട്ടി നിൽക്കുകയാണ്. ഒരു യഥാർത്ഥ ചിത്രം അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നില്ല. ഈ ചിത്രം മനസ്സിൽ വരാത്തതുകൊണ്ടല്ല അദ്ദേഹം ഒളിച്ചുകളി നടത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാളത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പതിവിൽ നിന്ന് വ്യത്യസ്തമായി പത്രലേഖകരെ കാണണം. കണ്ടിട്ട് എന്താണ് നിലമ്പൂർ വനത്തിൽ സംഭവിച്ചത് എന്നുള്ളതിന്റെ ഇതുവരെ ഒരാഴ്ച കഴിഞ്ഞില്ലേ, എന്തെങ്കിലും വിവരം കിട്ടിക്കാണുമല്ലോ. ഡെഡ് ബോഡി പുറത്തു കൊണ്ടുവന്നല്ലോ, കോടതി ഇടപെട്ടല്ലോ, പോസ്റ്റ്മോർട്ടം നടത്തിയല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കാണുമല്ലോ. ആ വിവരം മുഖ്യമന്ത്രി പറഞ്ഞാൽ ഈ സംശയങ്ങളുടെ പുകമറ തീരും. മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും മുൻ ആഭ്യന്തരമന്ത്രിയും പോലീസിനെ ന്യായീകരിക്കണം.
കാരണം പോലീസ് എന്താണ് അവിടെ ചെയ്തത് എന്ന് പത്ര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റുമുട്ടലാണ്. അപ്പോൾ ഏറ്റുമുട്ടലാണെങ്കിൽ പോലീസിനെ ആക്രമിക്കുന്നു, അത് ഒരു അക്രമി സംഘമാണ്, നിരോധിക്കപ്പെടുന്ന സംഘമാണ്. അവരാക്രമിച്ചാൽ പോലീസിന്റെ ഭാഗത്തല്ലേ നമ്മൾ നിൽക്കേണ്ടത്. പക്ഷേ ജനങ്ങൾക്കിടയിൽ സംശയം വരാൻ പാടില്ല. ആ സംശയം ദൂരീകരിക്കണം. അത് ദൂരീകരിക്കേണ്ട ഏക ആള് മുഖ്യമന്ത്രിയാണ്. അതിനുള്ള അവസരം അദ്ദേഹം നാളെ നമുക്ക് കാണിച്ചു തരുമെന്ന് മാത്രമേ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. നാളെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമോ എന്ന് ഇപ്പോഴും അറിയില്ല. സാധാരണഗതിയിൽ കാണുന്ന ഒരു പതിവ് അദ്ദേഹത്തിനില്ല. ഇനി ആ പതിവ് നാളെ തെറ്റിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ശ്രീ PA പൗരൻ, ഒന്ന്, ഇവർക്കെതിരെ കേരളത്തിന് പുറത്ത് കേസുകളുണ്ട്. അതുകൊണ്ട് ഇവർ ഒരുപക്ഷെ രഹസ്യമായി നമ്മുടെ കാടുകളിൽ താമസിച്ചിരുന്നിരിക്കാം. സ്വാഭാവികമായും അവരെ പിടികൂടാൻ അത്തരം ഒരു രഹസ്യാന്വേഷണ വിഭാഗം വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിടികൂടാൻ പോലീസിനെ അയക്കുന്നു, സ്വാഭാവിക നടപടി. അവിടെ എന്തു സംഭവിച്ചു എന്നത് സംബന്ധിച്ച് രണ്ട് ആരോപണങ്ങൾ, രണ്ട് വിശദീകരണങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്ത് നടന്നു എന്നതിന് ഒരു കൃത്യമായ വിവരവും നമ്മുടെ പക്കലില്ല. ഒന്നത്. രണ്ട്, ഇക്കാര്യത്തിൽ കേരളത്തിലെ ഒരു സവിശേഷമായ സാഹചര്യം മറ്റു പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ അല്ലെ ഹിന്ദി ഹൃദയഭൂമിയിലോ ഒന്നുമുള്ള സാഹചര്യമല്ലല്ലോ കേരളത്തിലുള്ളത്. ആ നിലയിലുള്ള പ്രവർത്തനത്തിന് അതിനുള്ള പ്രസക്തി ഉണ്ടോ നമ്മുടെ കാടുകളിൽ, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമുണ്ടോ? ആ രീതിയിലുള്ള മാവോയിസ്റ്റ് പ്രവർത്തന ശൈലി ഇവിടെ ആവശ്യമുണ്ടോ? അതിൻ്റെ സാധ്യതയുണ്ടോ ഇവിടെ? അവസാനം പറഞ്ഞ കാര്യം അത് സൈദ്ധാന്തികമായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരും അതേമാതിരി ഇതിൽ പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരും ചിന്തിച്ച് എടുക്കേണ്ട തീരുമാനമാണ്. അതിനകത്ത് എനിക്ക് ഒരു അഭിപ്രായം പ്രത്യേകമായിട്ട് പറയാനില്ല. ഞാൻ മിസ്റ്റർ പത്മകുമാർ പറഞ്ഞ കാര്യത്തിൽ വീണ്ടും വരികയാണ്. പത്മകുമാർ പറഞ്ഞു ഇവർക്ക് എന്താണ് ഇവിടെ കാര്യം എന്നുള്ളതൊക്കെ പറഞ്ഞു, മറ്റു പല കാര്യങ്ങളും പറഞ്ഞു. ഒരൊറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ സെപ്റ്റംബർ 26-ാം തീയതി സമാനമായിട്ടുള്ള ഒരു എൻകൗണ്ടർ അവിടെ നടന്നതായിട്ട് പത്രവാർത്തകൾ വായിക്കുകയുണ്ടായി, ചില മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി. അങ്ങനെ അന്നു മുതൽ തന്നെ ഇവിടുത്തെ ടാസ്ക് ഫോഴ്സും അതേമാതിരി തണ്ടർ ബോൾട്ടും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഈ ഏരിയ മുഴുവൻ അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് മാവോയിസ്റ്റുകളെ അന്വേഷിച്ച്. അപ്പോൾ 2 മാസത്തോളമായി അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുന്ന ഏരിയയിലാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ കാണുന്ന 24-ാം തീയതി 3-4 ടെൻറ്റുകളും ഈ പറഞ്ഞ സന്നാഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, 2 ബോഡി അവിടെ മരിച്ചു കിടക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ എവിടെ നിന്നോ പിടിച്ചു കൊണ്ടുവന്ന്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പത്മകുമാർ പറഞ്ഞതുപോലെ തന്നെ 1,12,00,000 രൂപ തലയ്ക്ക് വില പറഞ്ഞിട്ടുള്ള ദേവരാജിനെ ഞങ്ങൾ പിടിച്ചു, ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ പണം, തലയ്ക്കുള്ള പണം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇവിടുത്തെ കേരള പോലീസും അതോടൊപ്പം തന്നെ ഭരണകൂടവും നടത്തിയെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ കാര്യം, ഇത് അടിയന്തരാവസ്ഥയിൽ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ അന്ന് ന്യായീകരണം ഉള്ളതുപോലെ ഇവിടെ സംസാരിക്കുകയുണ്ടായി. മിസ്റ്റർ ശ്രീകുമാർ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ശ്രീകുമാർ ഒരു കാര്യം മനസ്സിലാക്കണം, 1975-76 അവസ്ഥയല്ല ഇന്ന് കേരളത്തിലുള്ളത്, ഇന്ത്യയിലുള്ളത്. ഇന്ന് ജനാധിപത്യ മൂല്യങ്ങൾക്ക് കൂടുതൽ വില കൊടുക്കുകയും പൗരാവകാശങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും അതിൻ്റേതായ വില കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജനസമൂഹമാണ് ഇന്ത്യ രാജ്യത്തുള്ളത്, കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ 75-ൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയും കെ കരുണാകരനും കൂടി ചിലത് കാട്ടിക്കൂട്ടി അതിനെ അന്ന് ആരും എതിർത്തില്ലോ, കാര്യമായിട്ട് എതിർത്തില്ലല്ലോ. CPI പോലും അതിന് അനുകൂലമല്ല നിന്നെന്നുള്ള രൂപത്തിൽ ആ കാര്യങ്ങളെ ന്യായീകരിക്കുന്നത് ഏത് ഇസത്തിന്റെ പേരിലാണെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീകുമാറിന് മറ്റു ചില നേട്ടങ്ങളോ ചില കാര്യങ്ങളോ ഉണ്ടാകാം. പക്ഷേ ഇന്ന് പൗരാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും വളരെയധികം വികസിച്ചിരിക്കുന്ന ഒരു കാലത്താണ് ഈ രൂപത്തിലുള്ള ഒരു നിലപാട് മിസ്റ്റർ ശ്രീകുമാറിന്റെ ഭാഗത്തുണ്ടായത് നിർഭാഗ്യകരമായി പോയെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫ്രാൻസിലെല്ലാം വളരെയധികം ഇതേമാതിരിയുള്ള സംഘടനകളൊക്കെ നടന്ന സ്ഥലമാണ്. പക്ഷേ ഇന്ന് മനുഷ്യാവകാശങ്ങൾക്ക് വളരെയധികം വില കൊടുക്കുകയും ഇംഗ്ലണ്ടിനേക്കാൾ അല്ലെങ്കിൽ ബ്രിട്ടനേക്കാൾ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യമായിട്ട് ഫ്രാൻസ് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നെതർലാൻഡ്സിൽ അവിടെ പോലീസിനെ തന്നെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം ജനങ്ങൾ വളരെയധികം സിവിൽ കോൺഷ്യസ് ആയിട്ട് വരികയും പോലീസും ജയിലും തന്നെ അവിടെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. 27,000 പോലീസുകാരെയും ജയിൽ വാർഡേഴ്സിനെയുമാണ് അവിടെ പിരിച്ചുവിടുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ മനുഷ്യാവകാശങ്ങളെ പറ്റിയുള്ള ധാരണകൾ വികസിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ പറയുന്ന ശ്രീകുമാർ പറയുന്ന പോലെ അടിയന്തരാവസ്ഥ കാലത്ത് നടന്നതുപോലെയുള്ള അതിക്രമങ്ങൾ വീണ്ടും കേരളത്തിൽ ആവർത്തിക്കുകയാണെങ്കിൽ കേരളത്തിലെ 3,30,00,000 ജനങ്ങൾ അതിന് മാപ്പ് കൊടുക്കില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് മിസ്റ്റർ ശ്രീകുമാറിനെ ഓർമ്മിപ്പിക്കാനുള്ളത്. വിജയകുമാർ. ശ്രീ JR പത്മകുമാർ, ചുരുങ്ങിയ വാക്കുകളിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് PA പൗരൻ ചൂണ്ടിക്കാട്ടിയതുപോലെയാണോ കാര്യങ്ങൾ നടന്നിരിക്കുക? ഏതെങ്കിലും ഒരു സംസ്ഥാനത്തു നിന്നോ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്നോ പിടിച്ചുകൊണ്ടുവന്ന ഇവരെ വളരെ ബോധപൂർവം ഇവിടെ വെച്ച്
കൊലപ്പെടുത്തിയ ശേഷം പോലീസ് ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു എന്നതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം. അത്രത്തോളം കേരള പോലീസ് ചെയ്തിട്ടുണ്ടാകുമെന്ന് താങ്കൾ ഒരു 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 BJP നേതാവെന്ന നിലയിലെങ്കിലും ആരോപിക്കുന്നുണ്ടോ? ഒരു ഓർഡിനറി ഹ്യൂമൻ വിശ്വാസം വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സംഭവം നടക്കുമെന്ന്, അത് കേരളത്തിൽ നടക്കുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ അങ്ങനെയാണ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ അന്വേഷണം വരട്ടെ. അങ്ങനെ അന്വേഷണം വരണമെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം മൊത്തം ഈ പറയുന്ന ഈ പോലീസ് ചെയ്ത ചെയ്തികൾക്കെതിരായിട്ട് നിൽക്കില്ലേ? ഉറപ്പല്ലേ ആ കാര്യം? അതൊരു സംശയം വേണ്ട. ഇപ്പോൾ മാവോയിസ്റ്റ് രീതി അവരെടുക്കുന്ന നിലപാടുകളോട് വിയോജിപ്പുണ്ട്. കാരണം അവർ പറയുന്ന ഈ പറഞ്ഞ പോലെ പൊതുസമൂഹത്തിൽ ഇടപെട്ട് നിയമവിധേയമായ രീതിയിൽ അവർ ആശയങ്ങൾ പ്രചരിപ്പിക്കാനല്ല ശ്രമിക്കുന്നത്, സായുധ വിപ്ലവത്തിലൂടെയാണ് ശ്രമിക്കുന്നത്. അതിനോടുള്ള എതിർപ്പ് എല്ലാവരും പ്രകടിപ്പിക്കും. അദ്ദേഹം പറഞ്ഞതുപോലെ ആണെങ്കിൽ അത് നല്ല കാര്യം. അങ്ങനെ ഒരു കാര്യം വെളിവ് വരണമെങ്കിൽ പൊതുസമൂഹം കൂടെ നിൽക്കും, അതിൽ യാതൊരു സംശയം വേണ്ട. പിന്നെ എല്ലായിടത്തും പോലീസും പട്ടാളവും ഒക്കെ ഒഴിവാകുന്നുണ്ടെങ്കിൽ മാവോയിസ്റ്റ് ഭരിക്കുന്ന അനുഭവമായി ബന്ധമുള്ള ആൾ ഭരിക്കുന്ന നേപ്പാളിൽ പട്ടാളത്തെ പോലീസിനെയൊക്കെ ഒന്ന് പിരിച്ചുവിടുന്നത് നന്നായിരിക്കില്ലേ? ആദ്യം ചെയ്യേണ്ടത് അവരങ്ങനെയല്ലേ? അപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ അവിടെ നടക്കുന്നത്. അവിടെ പോലീസുണ്ട്, പട്ടാളമുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പ്രചരണത്തിന് വേണ്ടി ഇതൊക്കെ പറയാമെങ്കിലും യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നിയമവിധേയമായി പ്രവർത്തിക്കാൻ പറ്റും ഒരു ഭരണകൂടത്തിന്. അപ്പോൾ പൗരന്റെ അവകാശങ്ങളെ സംരക്ഷിക്കണം, മനുഷ്യാവകാശങ്ങൾ എല്ലാവർക്കും, ഈ മാവോയിസ്റ്റുകളെയും പൗരാവകാശം സംരക്ഷിക്കണം, പാവപ്പെട്ട ജനങ്ങളുടെയും പൗരാവകാശം സംരക്ഷിക്കണം. മനുഷ്യാവകാശം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്, സാധാരണക്കാർക്കും മാവോയിസ്റ്റുകൾക്കുമല്ല. ഇക്കാര്യത്തിൽ ഒരു പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം നാളെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി നിലപാട് വിശദീകരിക്കുമെന്ന് നമുക്ക് കരുതാം. മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ ഈ കാര്യത്തിലുള്ള പ്രതികരണം ഔദ്യോഗികമായി നടത്താതിരിക്കുകയോ അതിൽ വിശദീകരണം നൽകാതിരിക്കുകയോ ചെയ്യുന്നിടത്തോളം ഇതിലെ ദുരൂഹത തുടരുകയും ചെയ്യും. ഈ വിഷയം ഈ പശ്ചാത്തലത്തിലായിരുന്നു എഡിറ്റേഴ്സ് അവർ പരിശോധിച്ച് ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ GR പത്മകുമാർ, അഡ്വക്കേറ്റ് PA പൗരൻ, ശ്രീ N ശ്രീകുമാർ, ശ്രീ മഹേഷ് കക്കത്ത്, ടെലിഫോണിൽ പങ്കെടുത്ത ശ്രീ PM മനോജ്. എല്ലാവർക്കും നന്ദി.